ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയം മറ്റൊരു പ്രത്യേക വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി കാൽവിനിസം എന്ന് പറയുന്നൊരു വിഷയം പല നിലകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കിടയിൽ കാൽവിനിസം അത്ര വ്യാപകമായൊരു ആശയമല്ല. ബ്രദറൻ സമൂഹത്തിനിടയിലും ഒരു ന്യൂനപക്ഷം ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഒട്ടും വ്യാപകമല്ലാത്ത ഒരു ആശയമാണ് കാൽവിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാശയം പല നിലകളിൽ ചർച്ചയായി. അതിൻ്റെ പല വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലബ് ഹൗസിലും മറ്റു പലയിടങ്ങളിലും ധാരാളം ചർച്ചകൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലും അതിൻ്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊതുവിലയിരുത്തലുമാണ് ഇത് ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ വിഷയം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ഒരു ബോധ്യതയിലേക്ക് എന്നുള്ള ഒരു നിലയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സമഗ്രമോ സമ്പൂർണവുമായ ഒരു ഖണ്ഡനം എന്നൊരു നിലവാരത്തിലല്ല. സാധാരണ വിശ്വാസികൾ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു തുടക്കമെന്നുള്ളതല്ല, എന്തുകൊണ്ട് നമ്മൾ കാൽവിനിസം ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് വരേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവെഴുത്ത് നമ്മളെ ഉപദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഏതൊരു വീക്ഷണവും പരിശോധിച്ച് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. ബെരോവയിലെ വിശ്വാസികൾ പൗലോസിൻ്റെ പ്രസംഗം പരിശോധിച്ച് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പിച്ചതുപോലെ ഉറപ്പിക്കുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരവാദിത്തം എല്ലാ വിശ്വാസികളിലും നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ അത് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഉപദേശത്തെയോ ആശയത്തെയോ അന്ധമായി പിന്തുടരുവാൻ തിരുവെഴുത്ത് നമ്മളെ ഉപദേശിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് മറ്റെന്താണ് ബ്രദർ ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുന്നത്? ഇതെന്തെങ്കിലും നമ്മൾ ഈ ഒരു ആശയത്തെ എന്തെങ്കിലും ആക്രമിക്കുക എന്നുള്ളൊരു രീതിയാണോ? അതെ അതെ, അതാണ് ഞാൻ ബ്രദർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും വിശദീകരിക്കാനുള്ളത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ നമ്മൾ തുച്ഛീകരിക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. എക്സാമിൻ എവറിത്തിങ് കെയർഫുള്ളി ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. അന്നേരം നമുക്ക് എന്തിനേയും ഏത് കാര്യത്തെയും നമ്മൾ പരിശോധിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രോഗ്രാംസ് സ്കോളാർ സ്ക്രിപ്ചറായും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തു. നമ്മൾ ഏത് വിഷയം ഇപ്പം നമ്മൾ പറയുന്നതിനെയും പരിശോധിക്കേണ്ടതാണ്, അല്ലാതെ നമ്മൾ പറയുന്നതിനും കണ്ണുടച്ച ആൾക്കാരെ എടുക്കേണ്ട കാര്യം. ഏതൊരു ദൈവശാസ്ത്രത്തെയും അത് ആര് പറഞ്ഞാലും എത്ര പോപ്പുലർ ആണെങ്കിലും ഏത് രീതിയിൽ വന്നതാണെങ്കിലും നമുക്കത് പരിശോധിക്കാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ദൈവം ഉപദേശിക്കുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞ പോലെ പൗലോസിന്റെ എഴുത്തുകളെ ബെരോവയുള്ളവർ പരിശോധിച്ചപ്പോൾ ലൂക്കോസ് അവരെ ഉത്തമന്മാരെന്ന് പറയും. അന്നേരം ആ ഒരു രീതിയിൽ നമ്മൾ ഇത് പരിശോധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവവചനത്തോട് നമ്മൾ തെറ്റാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം വളരെ കറക്റ്റാണ്. നമുക്കത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കുമ്പോൾ നമ്മളത് വിമർശനാത്മകമായിട്ട് തന്നെയാണ് പരിശോധിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇഴകേറി പരിശോധിക്കും, നമ്മൾ വിയോജിപ്പോൾ പറയും, അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. അന്നേരം കാൽവിനിസം ഒരു ചർച്ച ചെയ്യപ്പെടാതെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമോ ചർച്ച ചെയ്യപ്പെടാതെ റിജക്ട് ചെയ്യപ്പെടേണ്ട വിഷയമോ അല്ല, അത് ചർച്ച ചെയ്യപ്പെടണം. നമ്മളതാണ് ചെയ്യുന്നത്. അന്നേരം ആ ഒരു രീതിയിൽ നമ്മളുടെ മുമ്പോട്ടുള്ള ചർച്ചയിൽ നമ്മൾ ഇതിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ തിരുവെഴുത്തുമായിട്ട് പരിശോധിക്കുന്നു, തിരുവെഴുത്തുമായിട്ടുള്ള വിയോജിപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അത് വീണ്ടും ചർച്ചയാകാം, നമ്മൾ അതിന് ഓപ്പൺ ആണ്. ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മള് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സകലത്തിലും നമ്മളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ആരും നിങ്ങളെ ഉപദേശിക്കാനായിട്ട് ആവശ്യമില്ല, നിങ്ങളുടെ അഭിഷേകം തന്നെ നിങ്ങൾ ഉപദേശിക്കും. പരിശുദ്ധാത്മാവ് ഓരോ ഉപദേശത്തെയും പരിശോധിച്ചു നോക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളത് ചെയ്യുകയും ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അന്നേരം ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നു, മുമ്പോട്ടും നമ്മളത് തുടരുന്നതിനായിരിക്കും. നമ്മളുടെ ഏതൊരു വീക്ഷണത്തെയും നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ അതിന്റെ ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ പോയി നിന്നുകൊണ്ട് അത് പരിശോധിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ന്യൂട്രലായിട്ട് തന്നെ ഇതിനെ പരിശോധിക്കാവുന്നതാണ്. അതേപോലെ ഇത് നമ്മൾ പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
നമ്മൾ ഈ വിഷയം ചോദിക്കുമ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പലർക്കും ഇതിന്റെ ഒരു കാൽവിനിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ബാക്കി കാര്യങ്ങളും പലർക്കും അറിയാത്തതാണ്. അന്നേരം അത് ഒന്ന് വിശദീകരിക്കാമോ? കാൽവിനിസത്തിന്റെയും അതുപോലെ തന്നെ പിന്നീട് ഫ്രെയിം ചെയ്തു വന്ന തുലിപ്പ് എന്നുള്ള ആ ഒരു 5 ഇതിലാണല്ലോ ഇത് നിൽക്കുന്നത്, അതിന്റെ ആ ഒരു ഡോക്ടറിനൽ ഫോം നിൽക്കുന്നത്. അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് വിശദീകരിക്കാം. അതെ, ഇത് ആക്ച്വലി 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നവീകരണ നായകന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ജോൺ കാൽവിൻ്റെ എന്താ പറയുക, രചനകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഉപദേശമെന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. പക്ഷേ അപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു 5 പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നമ്മളിന്ന് പറയുന്ന പോലെ ഒരു തുലിപ്പ് എന്ന് പറയുന്ന ആ ഒരു മോഡലിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ രചനയിൽ തന്നെയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനയിലുള്ളത്. പിന്നീട് റിഫോംഡ് തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സിനഡ് ഓഫ് ഡോട്ട് എന്നറിയപ്പെടുന്ന നെതർലാൻഡ്സിലെ ഒരു സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു സിനഡിലാണ് 1618-19 കാലഘട്ടത്തിൽ നടന്നൊരു സിനഡിലാണ് ഇതൊരു പ്രധാനപ്പെട്ടൊരു ഉപദേശ രൂപം എന്നുള്ള രീതിയിൽ കുറേ കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നത്. എന്നാൽ അതിനും ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തുലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് എക്സാക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നൊരു പിന്നീട് അതിനും ശേഷമാണ് അത്തരത്തിലുള്ള കുറേ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ നവീകരണ കാലഘട്ടത്തിൽ ആരംഭിച്ച ആ ഒരു നവീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിലുള്ള നീതീകരണം ഉപദേശം അത് ആരംഭിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് രക്ഷാവിജ്ഞാനീയം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നത്. നമ്മളതിനു മുമ്പത്തെ കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രക്ഷാവിജ്ഞാനീയം സഭയിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു കുറേ കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ അപൂർവമായിട്ടുണ്ടായിട്ടുള്ളത് അഗസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ പെലേജിനിയസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ചിന്തകൾ വന്നിട്ടുണ്ട്. കൃപയും ദൈവകൃപയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഒറിജിൻ അതുപോലെയുള്ള ആളുകളുടെ രചനകളും പിന്നീട് വന്നിട്ടുള്ള നിസ്സായ ഗ്രീകരെ അങ്ങനെയുള്ളവരുടെ രചനകളിൽ ചില യൂണിവേഴ്സലിസവുമായിട്ട് ബന്ധപ്പെട്ട സാർവത്രിക രക്ഷ അല്ലെങ്കിൽ സാർവത്രിക പുനഃസ്ഥാപനം എന്ന് പറയുന്ന ആശയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു സമ്പൂർണ്ണമായിട്ട് ഈ രക്ഷാവിജ്ഞാനിയും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നതിൻ്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉപദേശമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, സഭ എല്ലാ കാലത്തും ഉപദേശം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലയിലുള്ള ഒരു കുറേയും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്ന നവീകരണ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പം കാൽവിൻ്റെ രചനകളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന ആശയങ്ങളെല്ലാം ഉണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് പിൽക്കാലത്ത് ആ രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ ചരിത്രം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുലിപ്പ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ ഒരു ഫ്രെയിം ആ ഒരു രീതിയിൽ കാൽവിൻ കൊണ്ടുവന്നതല്ല. കാൽവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൽവിന്റെ ആ എഴുത്തുകളിലും പിന്നീട് അതിലുള്ള ആശയം പിന്നീട് രൂപീകരിച്ച് ഒരു കോയിൻ ചെയ്തൊരു പദമാണ് തുലിപ്പും അതിന്റെ വിശദീകരണം. അല്ലെ, അങ്ങനെ മനസ്സിലാക്കാം. അതെ, അതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ ആൾ നിന്നുകൊണ്ട് ദൈവവചനത്തെ വിശദീകരിക്കുകയും പഠിക്കുകയും ദൈവവചനം ആ ഒരു ഫ്രെയിം വർക്കിൽ കൂടി വായിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയാണ്. നമ്മളിത് തൊട്ടു മുമ്പ് പറഞ്ഞപ്പോൾ അത് ഒന്ന് കവർ ചെയ്തിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാം. അതൊരു സ്ക്രിപ്ചറലി അപ്പോസ്റ്റലന്മാര് നമ്മളെ അങ്ങനെ ചെയ്യാനാണോ പഠിപ്പിച്ചത്? ആദിമസഭാപിതാക്കന്മാരും ഒക്കെ ആ ഒരു രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഫ്രെയിം വർക്കിൽ അത് പെർഫെക്റ്റ് തിയോളജി എന്നുള്ള അർത്ഥത്തിൽ അതിൽ ഫിറ്റ് ചെയ്തപ്പെട്ട് തിരുവചനം വായിക്കാനായിട്ട് നമുക്ക് അത് നല്ലതാണ്, നല്ലൊരു പ്രവണതയാണ്. അതൊരിക്കലും ഒരു നല്ല പ്രവണതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള എല്ലാ ദൈവശാസ്ത്ര രൂപീകരണങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ദൈവശാസ്ത്ര രൂപീകരണം അതല്ലെങ്കിൽ ചില എന്താ പറയുക ചില യോഗങ്ങൾ, ഇപ്പോൾ സിനഡുകൾ അല്ലെങ്കിൽ സൂനകദോസുകൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള ഏതെങ്കിലും ഒരു സംഭവങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നൊക്കെ ആരംഭിക്കുന്ന ഉപദേശങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുത്തുന്നതിന് നമ്മളതിനെ അന്ധമായി പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അതിനെ അന്ധമായി പിന്തുടരുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായൊരു കാര്യമാണ്. കാരണം എപ്പോഴും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ വീക്ഷണങ്ങൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, നവീകരിക്കപ്പെടുകയും അത് തിരുവെഴുത്തിനോട് ഏറ്റവും ചേർന്ന് തന്നെ നിൽക്കണം. അപ്പം ആ ഒരു നവീകരണത്തിന് ഏറ്റവും വലിയ തടസ്സമാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഉത്ഭവിച്ചൊരു ആശയ സംഹിതയെ അന്ധമായി പിന്തുടരുക എന്ന് പറയുന്നത്.
ആ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബോധ്യതകളെ നവീകരിക്കാനുള്ള ശരിയായ ഒരു പാതയിലേക്ക് പോകാൻ നമ്മെ തടുക്കുന്നു എന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനെ പിന്തുടരുകയാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ബൈബിൾ വാക്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അത് ഓക്കെ, ഇതിന് നമ്മുടെ ആശയത്തിന് വിരുദ്ധമായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ, പണ്ടൊരു വ്യക്തി ഒരു ചർച്ചയിൽ മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇതുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചർച്ചയിൽ അദ്ദേഹം, ചർച്ചയിലല്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് മറ്റൊരാൾ അതിനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന ഉപദേശത്തിനെതിരെ ഏത് വാക്യമുണ്ടെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ അതിനെ ಖಂಡಿക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അപ്പം തിരുവഴുത്തിലെ വാക്യങ്ങൾ തന്നെ ഇതിനെതിരായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ ഖണ്ഡിക്കാമെന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് പോകും നമ്മളിങ്ങനെ ഒരു അന്ധമായിട്ടൊരു പ്രത്യേകമായ സിസ്റ്റത്തിനെ അന്ധമായിട്ട് പിന്തുടർന്നു കഴിഞ്ഞാൽ. എപ്പോഴും നമ്മുടെ വീക്ഷണങ്ങൾ നിശ്ചയമായിട്ടും നമുക്ക് മുമ്പേ പോകുന്ന ഭക്തന്മാരുടെ ബോധ്യതകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഉപദേശ രൂപീകരണത്തിൻ്റെയും നിയന്ത്രണ ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാനും എൻ്റെ ബൈബിളും എന്ന് പറയുന്ന ഒരാശയം അല്ല സോള സ്ക്രിപ്ചർ. ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് ഉപദേശം എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായ വീക്ഷണമാണ്. സഭയുടെ ചരിത്രത്തിൻ്റെയും അതിൻ്റെ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ തന്നെയാണ് തിരുവഴുത്തിനെ നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ അത് കേവലം ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഒരു വ്യക്തിയുടെ ഒരു വീക്ഷണമെന്ന് പറയുന്നതിലേക്ക് ചുരുങ്ങുകയും അതിനെ അന്ധമായിട്ട് ഏത് വിധേനയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു മനോഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തികച്ചും ജഡീകമായ ഒരു ചിന്താധാരയിലേക്ക് പോകുമെന്ന് മാത്രമല്ല, തിരുവഴുത്തിൻ്റെ ശരിയായ ആശയങ്ങളിൽ നമ്മളെ തടുക്കുകയും ചെയ്യും. അതാണ് പിന്നീട് കൾട്ടുകളായിട്ടും മറ്റും രൂപപ്പെടുന്നത്. എന്താണ് പറഞ്ഞത് അതിനെക്കുറിച്ച്? അതെ, ഇത് അതിൽ അവസാനം പറഞ്ഞ അതൊരു ജഡീകതയാണ് എന്ന് നമ്മൾ തിരുവഴുത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ പൗലോസിന്റെ എഴുത്തുകളിൽ തന്നെ ഓരോ വ്യക്തികളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ അപ്പൊലോസിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണ് എന്ന് പറയുന്നതിനെ പൗലോസ് തന്നെ അവിടെ എതിർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും ഈ ഒരു ദൈവഭക്തനായിട്ടൊരു മനുഷ്യനാണ് എങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്ന് ഇതേപോലെ കോയിൻ ചെയ്തുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ടുവരുന്നതിനെ അവർ തന്നെ എതിർക്കും. ശരിക്കും അവർ അതിനെ അംഗീകരിക്കത്തില്ല. പക്ഷെ അവർ പോലും അംഗീകരിക്കാത്തൊരു കാര്യമായിരിക്കാം പിന്നീട് അത്ര ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെ അവരുടെ ഉപദേശങ്ങളെ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളതിനെ പരിശോധിക്കുന്നു. നമ്മൾ തിരുവഴുത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വാതന്ത്ര്യത്തിനെ തടയുന്നതാണ്. കാരണം ബ്രദർ പറഞ്ഞ പോലെ ഞാനും എന്റെ ബൈബിളും പരിശുദ്ധാത്മാവ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്നതല്ല. എങ്കിൽ പോലും ഇതിന്റെ എല്ലാം നടുക്കുകൂടി പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതിനൊരു തടസ്സമാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രെയിമിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കും. ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫ്രെയിമിൽ നിന്ന് കഴിയുമ്പോൾ അതിനെതിരെയുള്ള തിരുവഴുത്തിലെ വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെ ഖണ്ഡിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, അതിനെ ഉൾക്കൊള്ളാനായിട്ടല്ല ശ്രമിക്കുന്നത്. നേരം ദൈവവചനത്തിലെ ഈ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ എല്ലാ തിയോളജിക്ക് ഉള്ളിയും സത്യങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പരിപൂർണമായിട്ടും തെറ്റോ പരിപൂർണമായിട്ടും ശരിയല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പരിശോധനയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് ഒരു പെർട്ടിക്കുലർ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് പരിപൂർണമായിട്ടൊരു തിയോളജിയാണ്. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക വ്യക്തികൾ കൂടി വന്ന ഒരു കാര്യം ബാക്കിയുള്ളതിനെ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നത് ഒരു ഡേഞ്ചറസ് സ്റ്റെപ്പ് തന്നെയാണ്. ഇത് അൾട്ടിമേറ്റ്ലി ഇവഞ്ച്വലി അതൊരു കൾട്ടിസത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു വലിയ സാധ്യതയുമുണ്ട്. അതൊരു വളരെ ക്ലിയർ ഡേഞ്ചർ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെ. കറക്റ്റാണ്. അതെ അതെ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അടുത്തൊരു തലത്തിലേക്ക് പോയി എന്താണ് ഈ ഒരു കാൽവിനിസം ഡോക്ട്രിൻ, അതിൻ്റെ ബേസിക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. തുലിപ്പ് എന്ന് പറയുന്ന ഒരു അക്രോണിം, ഒരു ചുരുക്കെഴുത്തിലാണ് അതിൻ്റെ ഒരു ഡോക്ട്രിൻസിൻ്റെ അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തുലിപ്പിനെ പരിശോധിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നിശ്ചിത വിമർശനമോ ഇല്ലെങ്കിൽ അക്സെപ്റ്റൻസോ അല്ല, ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് എത്രത്തോളം ഇവർ പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. അന്നേരം ഇത് ഈ തുലിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തുലിപ്പ് പിന്നീടാണ് വന്നതെങ്കിലും അതാണ് ഇതിന്റെ ഒരു 5 പോയിന്റ് കാൽവിനിസത്തിന്റെ ബേസ്. അത് അന്നേരം ഇതിനെപ്പറ്റി പ്രശസ്തനായിട്ടുള്ള കാൽവിനിസ്റ്റ് പണ്ഡിതനായിരുന്ന R.C. സ്പ്രോൾ പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കാം. അന്നേരം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യം ക്ലിയർ ആവും. അവിടെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യത്തെ അക്ഷരം ടോട്ടൽ ഡിപ്രൈവിറ്റിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അതിലെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് വൺ എംബ്രേസസ് ദിസ് ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിപ്രൈവിറ്റി ഓഫ് ദ ടി ഇൻ ടുലിപ്പ്, ദ റെസ്റ്റ് ഓഫ് ദ അക്രോസ്റ്റിക് ഫോളോസ് ബൈ എ റെസിസ്റ്റ്ലെസ് ലോജിക്. One cannot embrace the tea and reject
any of the other four letters with any degree of consistency. Arsis for grace unknown 128 ചാപ്റ്ററിലാണ് പറയുന്നത്. നേരെ അദ്ദേഹം പറയുന്നത് ഈ ഫിലിപ്പ് എന്ന് പറയുന്നതിൽ ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി 4 നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇതിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ടിയിൽ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് തെന്നി അവസാനത്തെ പിയിൽ വരെ അങ്ങ് പോവുക. കാരണം ആ ടീയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ളതിനെ ആ രീതിയിൽ കൊണ്ടുവന്നേക്കുള്ളൂ. നമ്മളത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലെയാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ അതിന്റെ ആ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നുള്ള അതിലേക്ക് പോകാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. കാരണം ഇദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. ആ ടോട്ടൽ ഡിപ്രൈവിറ്റി അവർ പറയുന്നതിനെ നമ്മൾ പരിശോധിക്കാതെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് ഈ 5 പോയിന്റ് വിശ്വസിക്കാത്ത ഒരാൾ കാൽവിനിസ്റ്റ് അല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എന്നുള്ള ചില പോയിന്റുകൾ വിശ്വസിച്ചുകൊണ്ട് കാൽവിനിസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അത് അന്നേരം സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിൽ ഔട്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അന്നേരം ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു ഫ്രെയിം അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വി ആർ അട്ടർലി ഇൻഡിസ്പോസ്, ഡിസേബിൾഡ് ആൻഡ് മെയ്ഡ് ഓപ്പോസിറ്റ് ടു ഓൾ ഗുഡ് ആൻഡ് ഹോൾലി ഇൻക്ലൈൻ ടു ഓൾ ഈവിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വീഴ്ച പറ്റിയപ്പോൾ അവൻ കംപ്ലീറ്റ്ലി ഡിപ്രൈവ്ഡ് ആയി എന്നുള്ളതാണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത് സമ്പൂർണ്ണ അധപ്പതനം. ഇതാണ് ഇവർ പറയുന്നത്. ഇവൻ ഒരിക്കലും ഒരു രീതിയിലും ദൈവത്തോട് പോലും റെസ്പോണ്ട് ചെയ്യാനായിട്ടോ ഒരു രീതിയിലും നന്മ ഒരു തരത്തിലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഡിപ്രൈവ്ഡ് ആയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ വിശദീകരണത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് ആൾക്കാർക്ക് അത് പരിശോധിക്കും. നമ്മളിത് പരിശോധിച്ചാൽ ഒന്നാമത് ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നോ ഡിപ്രൈവിറ്റി എന്നോ ഉള്ളൊരു പദം നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എങ്ങും കാണാൻ കഴിയത്തില്ല. ഞാൻ പല ട്രാൻസ്ലേഷൻസ് പരിശോധിച്ചു, ഇതിലെങ്ങും ഇങ്ങനൊരു പദമില്ല. അന്നേരം ബൈബിളിൽ ഇല്ലാത്ത ഒരു പദം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനോട് കൂടെ ചില ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. കാരണം അത് അങ്ങനെ പദം ഇല്ലാത്തടത്തോളം നമുക്ക് അത് അങ്ങനെയാണോ നമുക്ക് അത് പരിശോധിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അന്നേരം ബൈബിളിൽ എന്താണ് പറയുന്നത്? ബൈബിൾ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നുള്ളൊരു പദമില്ല. ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നുള്ളൊരു ആശയം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. പാപം ചെയ്തപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു. മരണം എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ആത്മീയ മരണം എന്നുള്ള പദവും കറക്റ്റായിട്ട് ബൈബിളിൽ അല്ലെങ്കിൽ പോലും അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദൈവമായിട്ടുള്ള ആത്മാവുള്ള ഒരു വേർപാടാണ്. ആ വേർപാട് തന്നെയാണ് മരണം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആക്ച്വലി പാപം ചെയ്തപ്പോൾ നടന്നതെന്നാണ് ഏദനിലെ സംഭവങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട്. നമുക്കറിയാം മനുഷ്യൻ 3 ഭാഗങ്ങളാണ്. അതിനും വ്യത്യാസമുള്ള ഐഡിയോളജീസ് ഉണ്ട്. ട്രൈക്കോട്ടമയാണെന്നും ഡൈക്കോട്ടമയാണെന്ന് പറയുന്നത്. എനിവേ മനുഷ്യന് ദേഹവും ദേഹിയും ആത്മാവും 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ബന്ധപ്പെടുകയും അവനുമായിട്ടുള്ളൊരു കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു ഏദനിൽ. മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഒരു ഏകാത്മാവിന്റെ ബന്ധം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ പാപം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടാവുകയും ഒരു സ്പിരിച്വൽ ഡെത്ത് എന്ന രീതിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവുകയും അവൻ ആത്മീയനായിട്ട് മരിക്കുകയും ചെയ്തു. ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. ഈ ഒരു ഡെത്തിന്റെ അവസ്ഥ ബൈബിൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ അവൻ സ്പിരിച്വലി ഡെഡ് ആണെങ്കിലും ഫിസിക്കലി അലൈവ് ആൻഡ് സോളിഷ്യലി ആക്റ്റീവ്. അവന്റെ സോളും മനസാക്ഷിയും അവന്റെ സോളും ഫിസിക്കലി അവൻ ആക്റ്റീവായിരുന്നു. അവൻ സോളിഷ്യലി ആക്റ്റീവ്, ഫിസിക്കലി അലൈവ് ആയിരുന്നു, സോളിഷ്യലി ആക്റ്റീവുമായിരുന്നു. അത് നമുക്ക് മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. മനുഷ്യനുമായിട്ടുള്ള ആ ക്ലോസ് കമ്മ്യൂണിയൻ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിലും ആ കമ്മ്യൂണിക്കേഷൻ ദൈവം തുടരുന്നുണ്ട്. തൊട്ടടുത്ത അധ്യായങ്ങളിൽ തന്നെ ഹാബേലിന്റെ അടുത്ത് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ഞാൻ കഴിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കായിന്റെ അടുത്ത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ പറയുന്നു. പാപം നിന്റെ പടിവാതിലേക്ക് കിടക്കുന്നു എന്ന് പറയുന്നു, അതിന് കീഴടക്കുന്നു എന്ന് പറയുന്നു. അന്നേരം ഇങ്ങനെ രീതിയിൽ മനുഷ്യന്റെ അടുത്ത് പാപം ചെയ്യരുതെന്നും നന്മ ചെയ്യണമെന്നും നന്മ പ്രവർത്തിക്കണമെന്നും ഉള്ള തുടർച്ചയായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ബൈബിളിൽ ഉടനീളം കാണാനായിട്ട് കഴിയും. മാനസാന്തരപ്പെടാനായിട്ട് പറയുന്നു. മാനസാന്തരപ്പെടാനായിട്ട് പറയുന്നവരെ മാനസാന്തരപ്പെടത്തിന് ശിക്ഷിക്കുന്നു. ഇനി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ശിക്ഷ മാറ്റുന്നു. ദൈവം അനുദപിച്ചു എന്ന് പറയുന്നു യോനയുടെ കാര്യത്തിൽ. അന്നേരം പല പദങ്ങൾ കൂടി നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ പരിപൂർണമായിട്ടും മതപതനത്തിലേക്ക് പോയി ഒരു രീതിയിലും നന്മ ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അധപതനത്തിലേക്ക് പോയി എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിപൂർണമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ടുള്ള ഇൻകാപ്പബിലിറ്റി മനുഷ്യനുണ്ട്. അത് വേറൊരു വിഷയമാണ്. അന്നേരം അങ്ങനെ ഒരു ടോട്ടൽ ഡിപ്രൈവിറ്റി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ ഡിപ്രൈവിറ്റി എന്ന് പറയുന്ന സാമ്യതയുള്ള ഒരു പദം ഉണ്ട്. അത് നമ്മൾ കാണുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഈ ഒരു പദം കാണുന്നത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്:
അത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഗോഡ് ഗേവ് ദം ഓവർ ടു എ ഡിപ്രേവ്ഡ് മൈൻഡ് ടു ഡു ദോസ് തിങ്സ് വിച്ച് വാസ് നോട്ട് പ്രോപ്പർ എന്ന് പറയുന്നു. ഇതൊരു കറക്റ്റ് പദം. അതായത് ദൈവം കംപ്ലീറ്റ്ലി അവനെ ഡിപ്രേവ്ഡ് മൈൻഡിലേക്ക് വിട്ട് കളഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദൈവം ഇവിടെ പറഞ്ഞ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അതൊരു ഉപദേശം തന്നെയാണ് പൗലോസ് കൊടുക്കുന്നത്. അവിടെ പൗലോസ് മനുഷ്യനെ ദൈവം ഡിപ്രേവ്ഡ് ആയിട്ട് സൃഷ്ടിച്ചുവെന്നോ ഇല്ലെങ്കിൽ പാപം ചെയ്തവനെ ഡിപ്രൈവ്ഡ് ആയി പോയി എന്നല്ല പറയുന്നത്. ജാതികളായിട്ടുള്ള മനുഷ്യരെടുത്ത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. തിരുവഴുത്തിൽ കൂടി അല്ല, പ്രകൃതിയിൽ കൂടി. അതാണ് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 1:20 അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിക്ക് മുമ്പിൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു. മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ കോൺഷ്യസിലും ദൈവത്തിന്റെ ക്രിയേഷനിൽ കൂടി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ കോൺഷ്യസ് ആക്റ്റീവ് ആണ്, ദൈവത്തിന്റെ ക്രിയേഷനിൽ കൂടി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ അവന് മനുഷ്യന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ മനുഷ്യന്റെ ദൈവത്തിന്റെ വെളിപാടിനോട്, ജനറൽ വെളിപാടിനോടും എഴുതപ്പെട്ട വെളിപാടിനോട്, അത് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ആ ജനറൽ വെളിപാടിനോട് റെസ്പോണ്ട് ചെയ്യാത്ത മനുഷ്യനെ ദൈവം വിട്ടുകളയുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ഈ പ്രകൃതിയിൽ കൂടിയുള്ള ദൈവത്തിന്റെ വെളിപാടിനെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായിരുന്നു. അവരുടെ കോൺഷ്യസിൽ അവർ വ്യർത്ഥമായിരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ ദൈവം അവരെ കൈവിടുന്നു. ഇത് ശരിക്കും ദൈവത്തിന്റെ ഒരു ക്രിയേഷനിൽ കൂടി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് ശരിക്കും നിരീശ്വരവാദികൾക്ക് അടുത്ത് പറയാവുന്നതാണ്. ശരിക്കും ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ വിശ്വാസം അതിന്റെ തന്നെ ആവശ്യമില്ല. ദൈവം പ്രകൃതിയിൽ കൂടി തന്നെ വെളിപ്പെടുത്തും. ദൈവം ഇല്ലാന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ വിശ്വാസത്തിന്റെ ആവശ്യം. അന്നേരം അത്ര വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തെ റിജക്ട് ചെയ്ത് പോകുന്ന ഒരു എൻഡ് സ്റ്റേജിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരെ ഡിപ്രേവ്ഡ് മൈൻഡിലേക്ക് ദൈവം വിട്ട് കളഞ്ഞു. ഇതൊരു കൺസിസ്റ്റന്റ് ടീച്ചിങ് ആണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിലും 2 തെസ്സലോനിക്ക 2:10-13 വാക്യങ്ങളിലും പൗലോസ് അത് പറയുന്നുണ്ട്. അനീതിയിൽ രസിക്കുന്നവർക്ക്, ഭോഷ്കിൽ രസിക്കുന്നവർക്ക്, അനീതിയിൽ രസിക്കുന്നവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അവരെ വിട്ടുകളയുന്നു. അന്നേരം ഇതൊരിക്കലും ദൈവം പാപം ചെയ്ത് വീണു പോയ ഉടനെ മനുഷ്യൻ കംപ്ലീറ്റ്ലി ഡിപ്രൈവ്ഡ് ആയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ദൈവം കൊടുക്കുന്ന അവസരങ്ങളിൽ മനുഷ്യൻ തന്നെ അത് ദൈവത്തോട് എതിർക്കുമ്പോഴാണ് മനുഷ്യൻ അതിലേക്ക് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 26 മുതൽ 22 വാക്യങ്ങൾ പൗലോസ് തന്നെ വീണ്ടും അവിടെ തന്നെ പറയുന്നു. ഇതെല്ലാം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ. ആ വാക്യം കൂടെ നമുക്ക് എടുക്കാം. ആക്ട്സ് ചാപ്റ്റർ 17 അതിന്റെ 26-27 വാക്യങ്ങൾ. അവിടെ അരിയോപഗക്കുന്നിലുള്ള പൗലോസിന്റെ പ്രസംഗമാണ്. അവിടെ പൗലോസ് പറയാണ്, എന്റെ 26-ാമത്തെ വാക്യം, ഭൂതലത്തിൽ എങ്ങനെയും കുടിയിരിക്കാൻ അവൻ ഉരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മളിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ദൈവത്തിന്റെ വെളിപാടുകളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ദൈവം മനുഷ്യന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. മനുഷ്യന് അതിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം കൽപ്പിക്കുന്നു. ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സ്പിരിച്വൽ ഡെത്ത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എങ്ങനെയാണ് മനുഷ്യന് തിരിച്ചു വരാനായിട്ട് കഴിയുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ ഒരു കള്ളം മനുഷ്യൻ വിശ്വസിക്കുന്നതോടെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയാൻ വിട്ടു പറഞ്ഞു, അവൻ സ്പിരിച്വലി മരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ട്രൂ വെളിപാടായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവനും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ മുദ്രയിട്ട് ദൈവത്തിലാക്കി തീർക്കുന്നു. എന്നിട്ട് സുവിശേഷം ഒരാൾ കേൾക്കുമ്പോൾ അവന് വിശ്വസിക്കാനായിട്ട് കഴിയും. അവൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ മുദ്രയിട്ടിട്ട് ഏതിൽ നിന്ന് പോയതുപോലെ തന്നെ തിരിച്ചവനെ ദൈവവേദലാക്കി തീർക്കുകയാണ്. ഇത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന, അവനുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം
രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് വേറൊരു വിഷയമാണ്. കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത് ആദ്യം ഉയർത്തെഴുന്നേൽപ്പാണ് നടക്കുന്നത്, പിന്നീടാണ് വിശ്വാസം വരുന്നത്. പക്ഷെ ഇവിടെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അവിടെ എഫെസ്യർക്കും പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു, അവന് ഉയർത്തെഴുന്നേൽക്കും. കൊലോസ്യർക്ക് പറയാണ് വിശ്വാസത്താൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. ഇത് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ടോട്ടലി ഡിപ്രൈവ്ഡ് ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മരിച്ചവന്റെ സ്പിരിച്വൽ ഡെത്തിൽ ദൈവം എന്നുള്ള സെപ്പറേഷനിലേക്ക് പോയി. അവനോട് സുവിശേഷം കേൾക്കുമ്പോൾ അവന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടും. റെസ്പോണ്ട് ചെയ്യാത്തവനെ ദൈവം തീർച്ചയായിട്ടും അവന്റെ നിത്യവിധിയിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇതാണ് ലോജിക്കലി സ്ക്രിപ്ചറലി ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. ഈ ഒരു ടീയിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. ടീ തന്നെ കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിലെ ഉപദേശമല്ല. ആർ.സി. സ്പ്രോട് പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ്. ടീ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി തിന്നെ താഴെ ടീയിൽ പറഞ്ഞേക്കും. പക്ഷെ ടീ തന്നെ തെറ്റാണ്. ബൈബിൾ അങ്ങനെ ഒരു വാക്യമില്ല. ബൈബിളിൽ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്നൊരു വാക്യമില്ല. ബൈബിളിൽ അങ്ങനത്തെ ആശയമില്ല. ഡിപ്രൈവിറ്റി ടോട്ടൽ ആവുന്നത് മനുഷ്യൻ ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്ന മനുഷ്യനെ ദൈവം കൈവിട്ട് കളയുന്നതാണ്. അവന്റെ മനസാക്ഷിയിലുള്ള ദൈവത്തിന്റെ ഇടപെടൽ പോലും പുറകോട്ട് പോയി അവൻ കംപ്ലീറ്റ്ലി ഈ ഒരു ഡിപ്രൈവിറ്റിയിലേക്ക് പോവുകയാണെന്നാണ് ബൈബിൾ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം. ഇതിന്റെ ബ്രദറിന് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതല്ല വേറൊരു രീതിയിൽ മനുഷ്യൻ ആ രീതിയിലാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ ഇവര് പറയുന്ന ആശയം അനുസരിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ലോകത്തില് ഒരു വ്യക്തിക്കും ദൈവവചന സന്ദേശം കേട്ടാൽ അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് അത് വിശ്വസിക്കുവാനുള്ള അല്ലെങ്കിൽ അത് തള്ളിക്കളയുവാനുള്ള കഴിവ് ലോകത്തിലൊരാൾക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഇവർ പറയുന്നത്. തള്ളിക്കളയാനുള്ള കഴിവുള്ളൂ അവരുടെ നേച്ചറിനനുസരിച്ച്. അതെ, വിശ്വസിക്കാനുള്ള കഴിവ്. പക്ഷെ തിരുവഴുത്ത് ഒരിക്കലും അങ്ങനെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരുവഴുത്ത് സുവിശേഷത്തെക്കുറിച്ചോ ഈ രക്ഷയെക്കുറിച്ചോ പഠിപ്പിക്കുന്നത്. മറിച്ച് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുമ്പോൾ ആ ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്ന വചനം വിശ്വാസം ജനിപ്പിക്കത്തക്ക ശക്തിയുള്ളതാണെന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത്. സുവിശേഷം ആ രീതി ശക്തിയുള്ള, പക്ഷെ ആ ശക്തിയെ തള്ളിക്കളയാനായിട്ട് സാധിക്കും മനുഷ്യന്. അതുകൊണ്ടാണ് പലരും സ്വീകരിക്കാതിരിക്കുന്നത്. പക്ഷെ വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് വിശ്വാസം കേൾവിയാൽ വരുന്നില്ല എന്ന് പറയേണ്ടി വരും. വിശ്വാസം കേൾവിയാൽ വരുന്നില്ല. സുവിശേഷത്തിന്റെ ശക്തിയെ പറ്റിയാണ് അതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അതെ, ആ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സുവിശേഷത്തിന്റെ ശക്തിയാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയും, റിജക്ട് ചെയ്യാനും കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന് അവനെ ശിക്ഷ വിധിക്കാനും കഴിയുന്നത്. വളരെ ക്ലിയർ ആണ്. റോമാലേഖനം പൗലോസ് 1-ാമത്തെ അധ്യായത്തിൽ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ പ്രതിവാദമില്ലാതിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവർ വിത്തൗട്ട് എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. ഒരു ലോജിക്കലി സ്ക്രിപ്ചറലി ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും അത് സത്യമാണ്. അല്ലാതെ മനുഷ്യൻ പരിപൂർണമായിട്ടും അവന് റെസ്പോണ്ട് ചെയ്യാൻ പോലും കഴിയാത്ത കുറെ ആൾക്കാരിൽ നിന്ന് കുറച്ചാൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വിശ്വാസം കൊടുത്ത് ബാക്കിയുള്ളവരെ നരകത്തിലേക്ക് വിട്ട് കളയുന്നു എന്നുള്ളൊരു ആശയം തന്നെയില്ല. അന്നേരം ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി തന്നെ പലരും ചിന്തിക്കുന്ന ഇത് ശരിയാണ്. ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ശരിയാണ്, ബാക്കിയുള്ളതിലാണ് പ്രശ്നമുള്ളത്. പക്ഷെ ശരിക്കുള്ള പ്രശ്നം അവിടെ തന്നെയാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ പ്രോബ്ലത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. അതിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, നമുക്ക് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ എലക്ഷൻ ആണ്. അപ്പം വ്യവസ്ഥകൾ കൂടാതെയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവം നൽകുന്ന രക്ഷയെല്ലാം വ്യവസ്ഥകൾ കൂടാതെയല്ലേ. അപ്പൊ ഇത് ചിലപ്പോൾ ശരിയായിരിക്കും. ആണോ? എന്താണ് ബ്രദർ ചിന്തിക്കുന്നത്? ഇതിലെ പദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതില് പലതും നമുക്ക് ബൈബിളിൽ ഇല്ലാത്ത പദങ്ങൾ. ഈ അൺകണ്ടീഷണൽ എലക്ഷൻ എന്നുള്ള പദം ബൈബിളിൽ. ഞാൻ പറഞ്ഞ ഈ ബൈബിളിൽ ഇല്ലാത്തൊരു പദം ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് നമ്മളല്ല നിയമമൊന്നുമല്ല ഞാൻ കൊണ്ടുവരുന്നത്. എങ്കിൽ പോലും ഈ എലക്ഷൻ ബൈബിളിലുണ്ട്. അൺകണ്ടീഷണൽ എലക്ഷൻ എന്നുള്ളത് ബൈബിളിൽ ആ പദം. ഇനി ഇങ്ങനെ ആശയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ അതിനെ ബാധിക്കും. ഈ മനുഷ്യന്റെ പ്രവൃത്തികളുടെ ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല ദൈവം മനുഷ്യനെ തെരഞ്ഞെടുക്കും. അത് ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളുടെയോ നന്മ പ്രവൃത്തികളുടെ പ്രതിഫലമായിട്ട്, ഓക്കെ ഇവൻ നല്ല കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുക്കുന്ന അല്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അൺകണ്ടീഷണൽ എന്ന് ആ ഒരു രീതിയിൽ പറയാം. പക്ഷെ ഇവർ ഈ പറയുന്ന അൺകണ്ടീഷണൽ ഇലക്ഷൻ ആ ഒരു രീതിയിലല്ല. ഇവർ ഈ പറയുന്ന അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു ചീട്ടിൽ നിന്ന് കുറെ എണ്ണത്തിന് അൺകണ്ടീഷൻ എന്നാൽ ഇവനെ അങ്ങനെ ഇവനെ എടുത്തേക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് അൺകണ്ടീഷൻ എടുക്കുകയും ബാക്കിയുള്ളവരെല്ലാം പോകും നരകത്തിലോട്ടെന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെ തള്ളിക്കളയും എന്നുള്ള അർത്ഥത്തിലാണ് ഈ അൺകണ്ടീഷൻ. ഈ പദത്തിന്റെ പ്രശ്നം ഇവർ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളത്.
അങ്ങനെ ഒരു ആശയം ബൈബിളിലെന്ന് മാത്രമല്ല ദൈവിക സ്വഭാവത്തിനുള്ള ഇതിലാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ പറയാം. പിന്നെ ബൈബിൾ പറയുന്ന എലക്ഷൻ ഏത് രീതിയിലാണ്? ബൈബിൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ആ ദൈവം മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നതിന് മനുഷ്യന്റെ വിശ്വാസം ഒരു ഘടകമാണ് എന്ന് തന്നെ ബൈബിൾ പറയുന്നുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചൊക്കെ അങ്ങനെ അല്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നിട്ട് ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയാലല്ല ഒരുവൻ രക്ഷിക്കപ്പെടുന്നു. അത് എഫേസ്യ ലേഖനത്തിൽ 2:8 പറയുന്നുണ്ട്, നോട്ട് ബൈ വർക്ക്സ് ബട്ട് ബൈ ഫെയ്ത്ത്, ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. അന്നേരം വിശ്വാസം ഇതിനൊരു ഘടകമാണ്. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊന്നും പൗലോസോ പത്രോസോ ഒന്നും കൊണ്ടുവന്ന ആശയമൊന്നും അല്ല എലക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ ഉപദേശം തന്നെ പിന്നീട് അപ്പോസ്തലന്മാർ വിശദീകരിച്ചാണ്. ഈ ഒരു ബൈബിളിലെ ഒരു പദം ആദ്യമായി വരുമ്പോൾ അതിന് ഒരു റിലവൻസ് ഉണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഈ എലക്ഷൻ എന്നുള്ള പദം ആദ്യം വരുന്ന എവിടാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് അവിടെ എലക്റ്റഡ് എന്നുള്ള പദം വരുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അവിടെയാണ് ആദ്യം എന്നാണ് എന്റെ വായനയിൽ മനസ്സിലാക്കുന്നത് എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആരെയാണ്. അവിടെ ഒരു കല്യാണ സദ്യയെ പറ്റി പറയുന്നു, വിളിക്കപ്പെട്ട അനേകരെ പറ്റി പറയുന്നു, വിളിക്കപ്പെട്ട ഒരുപാട് പേരെ വിളിക്കപ്പെട്ടതിൽ നിന്ന് കല്യാണ സദ്യത്തിലേക്ക് റെസ്പോണ്ട് ചെയ്യുകയും ആ രാജാവിന്റെ വസ്ത്രം വാങ്ങാൻ തയ്യാറാവുകയും ചെയ്ത വ്യക്തിയാണ് എലക്റ്റഡ് ആയിട്ടുള്ളത്. അന്നേരം ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എലക്റ്റഡ് ആവാനായിട്ട് തന്നെ ബൈബിൾ കണ്ടീഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ക്ലിയർ ആണ്. പക്ഷേ ദൈവത്തിന് ചോദിച്ചിട്ടുണ്ട് അന്നേരം അങ്ങനെ ആ ഒരു വിശ്വാസം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ഒരു മനുഷ്യൻ വരുന്നതിന്റെ കണ്ടീഷനായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകസ്ഥാപനത്തിന് മുമ്പ്, ടൈമിന് അതീതനായ ദൈവത്തിന് ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നു എന്ന് പറയാനായിട്ട് കഴിയും. ഈ ടൈമിൽ നടക്കുന്ന ഒരു സംഭവം ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പേ, ടൈമിന് പുറത്തു എന്ന് പറയാനായിട്ട് കഴിയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. വെളിപാട് പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 13:8 പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ ഒരു ടൈമിൽ സമയത്തിൽ ഉള്ളിലാണ് യേശു ക്രിസ്തു അറക്കപ്പെട്ടത്, യേശു ക്രിസ്തു മരിച്ചത്. എന്നാൽ ദൈവം പറയുമ്പോൾ അതിന് യേശു ക്രിസ്തുവിനെ ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിഞ്ഞവെന്ന് പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നു. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു സംഭവം ടൈമിൽ നടക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നു എന്ന് പറയാൻ കഴിയുന്ന പോലെ തന്നെ വിശ്വാസത്തോടു കൂടി ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു തന്നെ, ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെ ദൈവം ദൈവിക പദ്ധതിയിലേക്ക് ആക്കുകയാണ്, അവനെ തെരഞ്ഞെടുക്കുകയാണ്. അത് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നു എന്ന് പറയുന്നുള്ളതല്ലാതെ ദൈവം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇരുന്നിട്ട് ഇവനെ ഇത്ര എണ്ണത്തിന് ഞങ്ങൾ തെരഞ്ഞെടുത്തേക്കാം, ബാക്കിയുള്ളവനെ പോയ എതിരോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കല്ല. ഒരു കണ്ടീഷനും ഇല്ലാത്തതെന്ന് ആ രീതിയിൽ പറയാനായിട്ട് കഴിയത്തില്ല. കണ്ടീഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, നന്മ പ്രവൃത്തികളുടെയോ നല്ല പ്രവൃത്തികളുടെയോ പുണ്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല. യേശുക്രിസ്തുവിനെ ദൈവം പരസ്യമായിട്ട് നിർത്തി. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ ക്രൂശിൽ പരസ്യമായിട്ട് നിർത്തിയിട്ട് അവനിലുള്ള വിശ്വാസത്താൽ ഒരുവനെ ദൈവം നീതീകരിക്കുന്നു, ദൈവത്തിന്റെ മകനായിട്ട് തെരഞ്ഞെടുക്കുന്നു. അത് പറയുമ്പോൾ ആൾക്കാരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്, ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ അതെന്തോട്ട് പ്രശംസിക്കാൻ കാരണമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ആണ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിശ്വസിച്ച് ഒരുവനെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം തെരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതിൽ അവന് പ്രശംസിക്കാനായിട്ട് ഒരു കാരണവുമില്ല. കാരണം അത് വിശ്വാസ മാർഗത്തിൽ കൂടിയാണ് അവൻ വന്നത്. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ മുകളിലത്തെ വാക്യം താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കണമാകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ആകൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ. അന്നേരം കർമ്മമാർഗത്താലല്ല ദൈവിക തെരഞ്ഞെടുപ്പ്, കർമ്മമാർഗത്താലല്ല രക്ഷ, കർമ്മമാർഗത്താലല്ല നീതീകരണം, വിശ്വാസ മാർഗത്തിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അന്നേരം അൺകണ്ടീഷണൽ എലക്ഷൻ എന്ന് പറയുന്നത് ദൈവം ചുമ്മാതെ കുറെ പേരെ അങ്ങ് ഒരു ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്ന നമ്പർ പിക്ക് ചെയ്യുന്നത് പോലെ പിക്ക് ചെയ്ത് ബാക്കിയുള്ള നരകത്തിലോട്ട് വിടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു ടോട്ടൽ ഡിപ്രൈവിറ്റി പഠിപ്പിച്ചാൽ ഈ അൺകണ്ടീഷണൽ ഇലക്ഷൻ ആ രീതിയിൽ പഠിപ്പിച്ചു. കാരണം ടോട്ടലി എല്ലാവരും ഡിപ്രൈവ്ഡ് ആണെങ്കിൽ ദൈവത്തിന് അതിൽ നിന്ന് കുറച്ച് പേരെ അൺകണ്ടീഷണലി എടുത്തേ ഒക്കത്തുള്ളൂ. കാരണം അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. ഈ മേളിലുള്ളതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പദം മാത്രമാണ് ഈ പറഞ്ഞ അൺകണ്ടീഷണൽ ഇലക്ഷൻ. ഒരു തരത്തിൽ അൺകണ്ടീഷണൽ ദൈവവനപ്രകാരം പ്രവർത്തിയാലല്ല എന്നുള്ള അർത്ഥത്തിൽ അൺകണ്ടീഷണലാണ്, ഒരു കണ്ടീഷനും ഇല്ല എന്ന് പറയും. പക്ഷെ വിശ്വാസം തന്നെ ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ഉപദേശം തന്നെ. വേണമെങ്കിൽ ഇതിനോട്
അതെ, ആഡ് ചെയ്യാൻ എന്തെങ്കിലും? നിശ്ചയമായിട്ടും. അപ്പം ദൈവിക തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ്. എക്സാക്ട്ലി. ഏതൊരു വ്യക്തിയുടെയും അതെ, രക്ഷ, അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അതിൻ്റെ ആരംഭം, അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അതിൻ്റെ പൂർത്തീകരണം എല്ലാം ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ്. ആ എക്സാക്ട്ലി. മുന്നറിവിനൊത്തവണ്ണമാണ് രക്ഷ. കാരണം ക്രിസ്തുവിലാണ് സകലരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ അതെ, വിശ്വസിക്കുന്നത് ആരൊക്കെയാണ്, ആരൊക്കെയായിരിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുക? ദൈവത്തിന് നിശ്ചയമായിട്ട് അറിയാം. ആ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പും രക്ഷയും എല്ലാം. അത് ക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനെ, ക്രിസ്തുവിലാകുന്നവനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം എക്സാക്ട്ലി. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ഈ വിശ്വാസം തന്നെ ഒരു ഒരു പ്രവൃത്തിയായിട്ട് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുകയോ ചെയ്യുകയാണ്. സത്യത്തിൽ അത് വളരെ തിരുവഴുത്തിൽ ഒരിടത്തും വിശ്വാസത്തിനെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയായിട്ട്, അവിടെ യഥാർത്ഥത്തിൽ പൗലോസ് റോമാലേഖനം വിശദീകരിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണ് പ്രവൃത്തികളെന്നുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്നതെന്ന് തുടക്കം മുതൽ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും, റോമാലേഖനം 7-ാം അധ്യായത്തിലാണെങ്കിലും ന്യായപ്രമാണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുമ്പോഴും എല്ലാം എന്താണ് താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ എന്നത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ആശയം ഒരു വാക്യത്തിൽ പോലും തിരുവെഴുത്ത് വിശ്വാസത്തെ ആ നിലയിൽ ഒരു സ്വയനീതീകരണത്തിനുള്ളൊരു പ്രവൃത്തിയായിട്ട് തിരുവെഴുത്ത് കാണിക്കുന്നില്ല. അങ്ങനെ വരച്ച് കാണിക്കുകയോ അതിനെ ആ രീതിയിൽ വിമർശിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പൗലോസിന് പറയേണ്ടി വരും, നിങ്ങൾ കർമ്മമാർഗത്താലല്ല രക്ഷിക്കപ്പെടുന്നത്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. ആദ്യം ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, അതിനുശേഷം വിശ്വസിക്കൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായൊരു വ്യാഖ്യാനമാണ് അവർ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരിക്കലും തിരുവഴുത്തിനോട് ചേർന്ന് പോകാത്തതും. അതെ, പറഞ്ഞു ബ്രദറെ. കറക്റ്റ്. ഇതിലുള്ള വിചിത്ര വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടി വരികയാണ്. ഇതൊരു ഡേഞ്ചറാണ്. അതാണ് നമ്മൾ ഇതിൽ അടിസ്ഥാന പ്രശ്നം അവിടെയാണ്. ഒരു പെർട്ടിക്കുലർ തിയോളജി ആ രീതിയിൽ വിശ്വസിച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ളതിനെ എല്ലാം ഫിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു പ്രശ്നമാണ്. ലളിതമായ സുവിശേഷം, വിശ്വസിക്കുന്നവനെ ദൈവം നീതീകരിക്കുന്നു എന്നുള്ള ആ വളരെ സിമ്പിൾ ഗോസ്പലിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. വിശ്വാസം എന്നുള്ളത് ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടുള്ള പ്രതികരണമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ ഒരു പ്രവൃത്തിയായിട്ടല്ല. ദൈവം ചെയ്ത പൂർത്തീകരിച്ച പ്രവൃത്തിയോട് മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവം ആവശ്യപ്പെടുന്നു. അതാണ് ദൈവത്തിന്റെ ഡിമാൻഡ് മനുഷ്യന്റെ അടുത്തുള്ളത്. അതാണ് ദൈവം എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. എല്ലാവരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവനെ നീതീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു, എന്നിലേക്ക് തിരിയാനായിട്ട് പറയുന്നു. അപ്പോൾ വിശ്വസിക്കുന്നത് ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം ഇവരെ കുറെ ആൾക്കാരെ നേരത്തെ എടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ വിശ്വാസം കൊടുക്കുന്നു, പിന്നെ ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഒരു ഒരു വിചിത്രമായ രീതിയിലേക്ക്, ഒരു ലോജിക്കലി പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യുക. ബൈബിളിലെ ലളിതമായിട്ടുള്ള സുവിശേഷം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഉപദേശത്തെ തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഒരു ഫ്രെയിമിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനോട്ട് ഫിറ്റ് ചെയ്തേക്കത്തുള്ളൂ. നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഇതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഉപദേശങ്ങൾ വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇവിടെ മുന്നറിവിനെ കുറിച്ചിട്ട് ധാരാളം വാക്യങ്ങളിൽ തിരുവെഴുത്ത് തന്നെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. പല ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നു പറയുന്നത് ഇവരുടെ ആ ഒരു ഫ്രെയിം വർക്കിന്റെ അകത്ത് ഈ മുന്നറിവിനാലുള്ള ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ തിരുവെഴുത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഒരു ചിന്ത ഒരിക്കലും ഫിറ്റ് ആകത്തില്ല. അപ്പം ഒരിക്കലും ഫിറ്റ് ആകത്തില്ല. കാരണം അത് അതിനു മുൻപേ ദൈവത്തിന്റെ മുന്നറിവ് അതിന് മുൻപേ ഉള്ളതാണ്. ക്രിസ്തുവിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതൊന്നും അവരുടെ ആശയമായിട്ട് ചേർന്ന് പോകത്തില്ല. അല്ല, അതെ. അന്നേരം അത് അവരുടെ ആശയമായിട്ട് ചേർന്ന് പോകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയോ ആരുടെയോ ഒരു ഫ്രെയിം വർക്കിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ആശയമായിട്ട് ചേർന്ന് പോകാത്തതിനെ കണ്ണിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ കഴിയും. ഈ ബൈബിളില് അത് മുമ്പോട്ട് പോകുമ്പോൾ ബ്രദർ ഒന്ന് വിശദീകരിച്ചാൽ മതി. ഒരു ബൈബിളിലെ സത്യം മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ എല്ലാ സത്യങ്ങളും ഒരുപോലെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു സത്യം കൊണ്ട് വേറൊരു സത്യത്തെ കണ്ണിക്കുക എന്ന് പറയുന്ന ഒരു റോങ്, അതൊരു ദുരുപദേശം ആൾക്കാരാണ് സാധാരണ ചെയ്യുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതിന് ഇപ്പം ചില പറയാറുണ്ടല്ലോ, യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ളതിനെല്ലാം തള്ളിക്കളയും, സുവ്യക്തമായ വാക്യങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ ചില പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അന്നേരം ഈ രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇതൊരു തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് അല്ലേ? അതെ. നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലിമിറ്റഡ് അറ്റോൺമെന്റ്. എനിക്ക് തോന്നുന്നു ആ പദം കേൾക്കുമ്പോൾ തന്നെ സാമാന്യം തിരുവഴുത്തിനെ കുറിച്ച് ബോധ്യമുള്ള ആരും പറയും ഇത് തെറ്റാണെന്ന്.
എനിക്കൊന്നും അവിശ്വാസികൾ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ബാക്കിയുള്ള പദങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ബാക്കിയുള്ള പദങ്ങൾ ബൈബിളിലുള്ള പദങ്ങളൊന്നും അല്ല. ഈ ടോട്ടൽ ഡിപ്രൈവിറ്റി, ലിമിറ്റഡ്, അൺകണ്ടീഷണൽ ഇലക്ഷൻ. പക്ഷെ എങ്കിൽ പോലും ആ പദത്തിൽ അത്രമാത്രം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബൈബിളിൽ ഇല്ലാത്തൊരു പദം ഒരു ആശയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം നമുക്ക് വേണേൽ കാണാനായിട്ട് കഴിയും. പക്ഷെ ഈ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് ആ പദത്തിൽ തന്നെ ദൈവവചന വിരുദ്ധം. അവിടുത്തെ ഒരു സീരിയസ് എറർ. അതിനെയൊക്കെ നമ്മൾക്ക്, എനിക്കറിയില്ല എങ്ങനെയാണ് ദൈവ ശാസ്ത്രജ്ഞന്മാരും ദൈവവചനം വിശ്വസിക്കുന്നവരൊക്കെ ഇതിനെ ഉൾക്കൊള്ളുകയും ഇതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിപ്പോ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നത്. ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അത് അങ്ങനെ പദം ദൈവവചന വിരുദ്ധമാണ്, അങ്ങനെ ആശയം ദൈവവചന വിരുദ്ധം. ഞാനിത് വാക്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അനേക വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അനേക വാക്യങ്ങൾ പറയണം. ഞാൻ സമയത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽഡ് ഒരു പരിശോധനയൊന്നും അല്ലെങ്കിൽ പോലും ചില പദങ്ങൾ വാക്യങ്ങൾ എടുത്തെങ്കിലും വെക്കും. 1 തിമോഥെയോസ് 2:5 പറയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. എബ്രായ ലേഖനം 9:29 പറയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരെല്ലാം താഴ്ച വന്നവനായി. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നതിനെ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാനായിട്ടാണ്. 1 തിമോഥെയോസ് 2:7 പറയാണ്, അവൻ എല്ലാവർക്കുമായി മരിച്ചു. റോമാലേഖനം 5:18, 1 തിമോഥെയോസ് 4:10 പറയാണ്, അവൻ എല്ലാ മനുഷ്യർക്കുമായി മരിച്ചു. യെശയ്യാ 53:6 പറയാണ്, അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കുമായിട്ട് മരിച്ചു. റോമർ 5:6 അഭക്തർക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചു. 2 പത്രോസ് 2:1 ദൈവത്തിന്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചു. റോമർ 5:8 അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. എബ്രായർ 2:9 അവൻ ഓരോ മനുഷ്യനായിട്ട് മരിച്ചു. മത്തായി 20:28 അവൻ അനേകർക്ക് വേണ്ടി മരിച്ചു. അവൻ ലോകത്തിന് വേണ്ടിയിട്ട് മരിച്ചു. ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. അവൻ സഭയ്ക്കായിട്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട്, ഇസ്രായേൽ ജാതിക്കായിട്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട്, അതിന്റെ ആളുകൾക്കായിട്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട് എനിക്കായി മരിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം സത്യമാണ്. എന്നിട്ട് പൗലോസ് എനിക്കായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കായിട്ട് മാത്രം മരിച്ചു എന്നല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്നവർക്കറിയാം. നേരം യേശുക്രിസ്തു സഭയ്ക്കായി ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ളതിനെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് സഭയ്ക്കായി മാത്രമെന്ന് എന്തൊരു വ്യാഖ്യാനമാണ്. എന്നിട്ട് ഇതിന് ഒരു കാര്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ബാക്കിയുള്ള വാക്യങ്ങളെയൊക്കെ അങ്ങ് തെറ്റായിട്ട് വ്യാഖ്യാനം. ഈ എല്ലാവർക്കും എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഇവരങ്ങ് വ്യാഖ്യാനിക്കുക. എല്ലാവർക്കും. എന്നിട്ട് ഞാനും ചിന്തിക്കുകയാണ്, ഇത് മുന്നമേ കണ്ടിട്ടായിരിക്കണം യോഹന്നാൻ എഴുതുന്നത്. 1 യോഹന്നാൻ 2:2 കൃത്യമായിട്ട് പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഈ നമ്മൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടാണ്. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ. എന്നിട്ട് 2 കാര്യങ്ങൾ അവിടെ യോഹന്നാൻ തന്നെ ക്ലിയർ ആക്കുകയാണ്. എന്നിട്ട് ചിലപ്പോൾ ഇതൊക്കെ മുമ്പേ ദൈവാത്മാവ് കണ്ടിട്ടായിരിക്കും ഇതൊക്കെ എഴുതി വെച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനൊരു ഉപദേശം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത്. യോഹന്നാൻ പറയാണ് നമുക്ക് വേണ്ടി മരിച്ചവരൊക്കെയാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് അവൻ മരിച്ചത്. പത്രോസ് പറയുന്നുണ്ട്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ ദുരുപദേഷ്ടാക്കന്മാർക്ക് അവർക്ക് വേണ്ടി പോലുമാണ് മരിച്ചത്. പത്രോസ് 1:2, പത്രോസ് 2:1 വായിക്കും മനസ്സിലാവും. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ മരണം സർവ്വലോകത്തിനും വേണ്ടിയിട്ടാണ്, സകലർക്കും വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് ഇത്ര വാക്യങ്ങളുള്ള ഒരു വാക്യത്തിൽ പോലും ഇല്ലാത്തപ്പോഴും ഇവർ ഈ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്നുള്ളത് കൊണ്ടുവരും. ലിമിറ്റഡ് അറ്റോൺമെന്റ് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ, എല്ലാവരും ഡിപ്രൈവ്ഡ് ആണ്, അതിൽ നിന്ന് കുറെ ആൾക്കാരെ മാത്രം ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി യേശുക്രിസ്തു മരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്, ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ്, ദൈവവചന വിരുദ്ധമാണ്. അന്നേരം കംപ്ലീറ്റ്ലി ദൈവവചന വിരുദ്ധമായിട്ട് ഇത് കാര്യത്തെ പോലും മുകളിലത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യാം. കാരണം സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വരുന്നത്, എല്ലാവരും ഡിപ്രൈവ്ഡ് ആണ്, ഒരാൾക്കും ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാൻ ഒന്നും കഴിയാതെ സമ്പൂർണ്ണ അധപതനത്തിൽ പോയെന്ന് കുറെ ആൾക്കാരെ ദൈവം ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്ത് മാറ്റിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഈ ഒരു ലോജിക്കാണ്. പക്ഷെ തിരിച്ചാണ്, കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിലും അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. അവർ മാത്രമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്നതിലേക്ക് വരുന്നത്, അവരാണ് മാത്രമാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ടോട്ടൽ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് ശരിക്കും അതിനെ പദത്തെ തന്നെ എതിർത്തു. അത് നമ്മൾ ഒരു ദൈവവചനം പഠിപ്പിക്കുന്നവരും ഇതിനെ കണ്ണടച്ചു വിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. വേണമെങ്കിൽ ഇതിനോട് ആഡ് ചെയ്യാം. ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതെ, ഇത് കാരണം തിരുവഴുത്തിൽ വളരെ സുവ്യക്തമായ ഒരു ഉപദേശത്തെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഖണ്ഡിക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നതിനെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്, അതും ആ പ്രായശ്ചിത്ത ബലി എന്ന് പറയുന്നത്
ആ യാഗമരണം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശമാണ്. അപ്പം അടിസ്ഥാന ഉപദേശങ്ങളുടെ അതിലേതെങ്കിലും ഒന്നിനെ, അടിസ്ഥാന ഉപദേശങ്ങളെ അതിൻ്റെ തിരുവഴുത്തിൽ വ്യക്തമാകുന്ന ആ തനത് സ്വഭാവത്തെ നിഷേധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വളരെ ക്ലാസിക്കലായിട്ട് നമുക്ക് തന്നെ ദുരുപദേശം, ഹെരസി എന്ന് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വിളിക്കാൻ പറ്റുന്നൊരു സംഗതി അതാണ് അടിസ്ഥാന ഉപദേശങ്ങൾ. കാരണം ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ഉപദേശങ്ങളുടെ പല അരികിൽ നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്, പല കേന്ദ്ര ഉപദേശങ്ങളല്ലാത്ത പല മൈനറായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിലെല്ലാം പല വ്യത്യസ്ത വീക്ഷണങ്ങൾ പലരും പുലർത്താറുണ്ട്. അതിനെയൊന്നും നമ്മൾ കയറി ദുരുപദേശമൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അടിസ്ഥാന വിശ്വാസത്തിൽ തിരുവഴുത്തിൽ വ്യക്തമാകുന്ന അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല, അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഹെരസിയാണ്. സോ ലിമിറ്റഡ് അറ്റോൺമെൻ്റ് ഒരു ഹെരറ്റിക്കൽ ടീച്ചിങ് ആണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തിരുവഴുത്തിൽ എവിടെയെങ്കിലും യേശുക്രിസ്തു മരിച്ചത് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് രക്ഷാപൂർത്തി പ്രാപിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല. അതല്ല എങ്കിൽ യേശുക്രിസ്തു മരിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്, കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണ് എന്ന് കൃത്യമായിട്ട് ആ വിഭാഗം ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു വേദഭാഗത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു സിദ്ധാന്തം, എന്താ പറയുക, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തിരുവഴുത്തിനെ നേരിട്ട് ഖണ്ഡിക്കുകയാണ്, തിരുവഴുത്തിനെ നേരിട്ട് തള്ളിക്കളയുകയാണ്. അത് ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ അല്ല, അപ്പോൾ പിന്നെ ഓൾ എന്ന് പറയാൻ പിന്നെ വേറെ ഏത് പദമാണ് ഉപയോഗിക്കേണ്ടത്? കാരണം ഇത്രയും വ്യാപകമായിട്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മനുഷ്യരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് പറയേണ്ടത്? ഇവരുടെ ചിന്ത അനുസരിച്ചിട്ട് അത് എങ്ങനെയാണ് പറയേണ്ടത്? കാരണം അല്ലെ സകല മനുഷ്യരെയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സകല മനുഷ്യരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ പറയാൻ ഇനി സകല മനുഷ്യർക്കും എന്നതിന് പകരം വേറെ ഏതെങ്കിലും പദം ഉപയോഗിക്കണമായിരുന്നു. കാരണം ഇത് വളരെ വിചിത്രമായ ഒരു ആശയമാണ്. ഇത് തിരുവഴുത്തിൻ്റെ നേരിട്ടുള്ള പഠിപ്പിക്കലിനെ എന്താ പറയുക തള്ളിക്കളയുന്നൊരു കാര്യം, അതിനെ ഒരു ഹെററ്റിക്കൽ ടീച്ചിങ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതെ അതെ, അത് ആ ഒരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ പറയേണ്ടതാണ്. കാരണം ഈ ഓൾ എന്നുള്ളതിന് ഓളെന്നല്ലാതെ വേറൊരു പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ എടുത്തു പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിനും വേണ്ടി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു കാര്യം പറയാൻ കഴിയുന്നത്? ഇതിൽ കൂടുതൽ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഉപദേശം പറയാൻ കഴിയുന്നത്? ഒരു അപ്പോസ്തലന് യേശുക്രിസ്തുവിന്റെ മരണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് മാത്രം പറയല്ല, നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിനും വേണ്ടി. ഈ സർവ്വലോകമൊന്നും എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും ഉള്ളത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ്. അന്നേരം അതുപോലും ഈ രീതിയിലേക്ക് മാറ്റിക്കളയുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒരു കണക്റ്റഡ് ആണ്, ഒരു കല്ലിന്റെ മേൽ കല്ല് വെച്ചിരിക്കുന്ന പോലെ. സ്പ്രോൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ ടോട്ടൽ ഡിപ്രവിറ്റിയിൽ തുടങ്ങി മുമ്പോട്ട് പോകുന്ന ഒരു ഡീവിയേഷനാണ്. ഇതിൽ ചിലത് നമുക്ക് പദത്തെ അങ്ങനെ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിലൊരു അത് അത്രത്തോളം അപകടമല്ല തോന്നുന്നു. പക്ഷെ ചിലത് സീരിയസ് ആയിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യേണ്ടതാണ്, അതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ സുവിശേഷം ഇവർ പറയുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു കുറച്ചു പേർക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ നീയും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാം. അതെ അതെ, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല, ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്തൊരു സുവിശേഷമാണ്! അങ്ങനെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അല്ല, നമ്മൾ നമുക്ക് അറിയത്തില്ല അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൂടിയാണോ മരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. യേശു ചിലർക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നീ അതിൻ്റെ അകത്ത് നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടാകും, ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കപ്പെടാൻ സാധിക്കും എന്ന് പറയേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി നേരിട്ട് പറയാൻ പറ്റില്ല ഇന്ന ആൾക്ക് വേണ്ടി യേശുക്രിസ്തു. ഇനി രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വിശ്വാസത്തിലാണെന്ന് പറയുന്നവർക്ക് വേണ്ടി പോലും പറയാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് താഴേക്ക് വരുമ്പോൾ കാണും ഇവരുടെ അത് വേറൊരു വിഷയമാണ്, മുമ്പോട്ട് പോകാൻ മനസ്സിലാവും. ഇത് ടോട്ടലി പലയിടത്തുള്ള ഒരു പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണ്. അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു ഫ്രെയിം അത് അങ്ങനെ തന്നെയാണ്, അത് ആ രീതിയിൽ വന്നതാണ്, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇതിന് വേറെ വാക്യങ്ങൾ, യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനോട് ആഡ് ചെയ്യുകയാണ്. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, യേശുക്രിസ്തുവിന്റെ മരണവുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്ത പല പദങ്ങൾ കർത്താവ് പ്രാർത്ഥിച്ചത് അതിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഇതിലുള്ള പ്രശ്നം. നമുക്കപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറസിസ്റ്റിബിൾ ഗ്രേസ്, നമുക്ക് തിരസ്കരിക്കാനാകാത്ത ദൈവകൃപ. ഇത് തിരസ്കരിക്കാനാകാത്ത ദൈവകൃപ, ഇറസിസ്റ്റിബിൾ ഗ്രേസ്. അഗൈൻ ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതും ബൈബിളിൽ ഇല്ലാത്ത ഒരു പദമാണ്. ഈ പദങ്ങളൊന്നും തന്നെ ബൈബിളിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്.
ഈ ഗ്രേസ് ബൈബിളുണ്ട്, ഇറസിസ്റ്റിബിൾ ഗ്രേസ് എന്ന് പറഞ്ഞത് ദൈവവചനത്തിലില്ല. ഇനി ദൈവത്തിലില്ലാത്ത പദമായതുകൊണ്ട് അത് അങ്ങനെ പദം ഉപയോഗിക്കരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ബൈബിൾ ഇതിന് ഓപ്പോസിറ്റ് ആണ് പഠിപ്പിക്കുന്നത്. ദൈവത്തെയും ദൈവകൃപയെയും യേശുക്രിസ്തുവിനെയും റിജക്റ്റ് ചെയ്യരുത് എന്നും ചെയ്യുന്നു എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും അനേക വാക്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുകയാണ്. അല്ലെ, അപ്പോസ്തല പ്രവൃത്തി 7:59 അപ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. അതിൽ സ്തെഫാനോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 7:51 ഇസ്രായേൽ ജാതിക്കാരത്ത് മകളുടെ പറയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയും ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറച്ചു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ്, ഇത് രണ്ട് എക്സ്ട്രീം ടീച്ചിങ്ങുകളാണ് ഇതിൽ പോകുന്നത്. ഈ ഗ്രേസ് എന്നുള്ള വാക്ക് ഈ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, ഇറസിസ്റ്റിബിൾ ആണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഉദ്ദേശത്തിലേക്ക് പോകുന്നത്. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്തെഫാനോസ് പറയാണ്, ദൈവത്തിന്റെ കൃപയോട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും എല്ലാ കാലത്തും എതിർത്ത് നിൽക്കുകയാണ്. ഇതൊരു എതിർത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ കീഴ്പ്പെടുത്തി, മനുഷ്യനെ പരിപൂർണമായിട്ട് കീഴ്പ്പെടുത്തി അവനെ കൊണ്ട് എന്താണ്ട് ചെയ്യിക്കുന്ന ഈ ബാധ പോലെയാണ് പരിശുദ്ധാത്മാവ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് ജെന്റിലി മനുഷ്യന്റെ അടുത്ത് ഇടപെടുകയാണ്, മനുഷ്യന്റെ അടുത്ത് മാനസാന്തരപ്പെടാനായിട്ട് അവന്റെ ഹൃദയത്തിൽ കൺവിക്ട് ചെയ്യുകയാണ്, അതിനോട് എതിർത്ത് നിൽക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയാണ്. ഇതിനെ റിജക്ട് ചെയ്യുന്നവർ ന്യായവിധിയിലേക്ക് പോവുകയാണ്, റിജക്ട് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുന്നവർ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് വളരെ ലളിതമാണ് സുവിശേഷം. അന്നേരം ഗ്രേസ് എന്ന് പറയുന്നത് റെസിസ്റ്റ് ചെയ്യാവുന്നതാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുക്രിസ്തു യോഹന്നാൻ 5:40 പരീക്ഷന്മാർക്ക് പറയുന്നുണ്ട്, യു റിഫ്യൂസ് ടു കം ടു ഹാവ് ലൈഫ്, നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാൻ എന്റെ അടുക്കൽ വീഴാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23:37 എഗൈൻ ഈ സ്തെഫാനോസ് പറഞ്ഞ പോലെ യേശുക്രിസ്തു ഇസ്രായേൽക്കാരത്ത് പറയുന്നുണ്ട്, കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല, നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു, യു റിഫ്യൂസ് ടു കം. നിങ്ങൾ, അതാണ് അടുത്ത വാക്കി കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അവരെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 23. ഇനി എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എബ്രായ ലേഖന കർത്താവ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 10:29 അതിൽ ക്ലിയർ ആയിട്ട് ഇതൊക്കെ യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ലേഖനങ്ങളിലും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 10:29 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. അവിടെ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഗ്രേസ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കൃപയുടെ ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് ഗ്രേസിനെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തവർ, അതാണ് ശിക്ഷയ്ക്ക് മാത്രമേ ആവശ്യമിരുന്നത്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം, പരിശുദ്ധാത്മാവിനെ റിജക്ട് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയുന്നത്, ഇവർ ശിക്ഷയ്ക്ക് പ്രാപ്തി. അന്നേരം പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയാത്ത ഇറസിസ്റ്റിബിൾ ആണ് ഗ്രേസ്. അത് കൃപയുടെ ആത്മാവിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പൗലോസ് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്ന് പറയുന്നുണ്ട്, ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്, റിജക്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കണ്ടിന്യൂസ് വാക്യങ്ങൾ കൂടെ ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളൊരു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റെസിസ്റ്റിബിൾ ഫോഴ്സ് ആണെന്നല്ല പഠിപ്പിക്കുന്നത്. അത് റെസിസ്റ്റ് ചെയ്യാവുന്നു, റെസിസ്റ്റ് ചെയ്താൽ ദൈവത്തിന്റെ ശിക്ഷാവിധി അവർക്കുണ്ടെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതെ, വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, അത് തിരുവഴുത്തിൽ നമ്മൾ വ്യാപകമായിട്ട് കാണുന്ന ഒരു വളരെ വ്യക്തമായ ഒരു ഉപദേശമാണ്. യഥാർത്ഥത്തിൽ ഉപദേശം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. ഈ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്ന കാര്യങ്ങൾ, ആ അനുഗ്രഹങ്ങൾ, അതിൻ്റെ നന്മയിലേക്ക് കടക്കാതെ തിരഞ്ഞെടുത്ത്, മറ്റു വഴി തിരഞ്ഞെടുത്ത് അതിന് തിരസ്കരിക്കാമെന്നുള്ളത് ന്യായപ്രമാണം മുതൽ പുതിയ നിയമം വരെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ധാരാളം വേദഭാഗങ്ങളിൽ ഈ കാര്യം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണിത് തിരസ്കരിക്കാനാകാത്തതാകുന്നത്? അങ്ങനെ ഒരു ആശയം, അതായത് ദൈവം നൽകുന്ന ഒരു കൃപ അത് തിരസ്കരിക്കാനാകില്ല, അത് നീ സ്വീകരിച്ചു പോകും എന്ന് പറയുന്ന ഒരു വേദഭാഗമെങ്കിലും തിരുവഴുത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് വെളിപാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അവസാനം ഇത് പറഞ്ഞ ഒരു അവസാനം അത് സ്റ്റാമ്പ് ചെയ്തൊരു പുസ്തകം സ്റ്റാമ്പ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാറട്ടെ, നീതി ചെയ്യുന്നവൻ നീതി ചെയ്യട്ടെ. ഇതൊരു ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്നതാണ് എന്ന് അല്ല, തിരിച്ചാണ് അവസാനം വരെയും പറഞ്ഞിരിക്കുന്നത്. അവസാനം പറയാണ്, വരിക എന്ന് ആത്മാവ് മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവന് വരിക എന്ന് പറയട്ടെ,
ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇതൊരു എത്ര കൺസിസ്റ്റന്റ് ആണ് ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ ഗ്രേസ്. ഇതൊരു മനുഷ്യനെ വിളിക്കുകയാണ്. അതിന് റിജക്ട് ചെയ്യാം, റിജക്ട് ചെയ്യുന്നവൻ അനീതി ചെയ്യാം, അനീതിയിൽ തുടർന്നുകൊണ്ടിരിക്കാം. ദൈവം അല്ലാതെ അവനെ അനീതി ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്ത് വിടുകയോ ഇല്ലെങ്കിൽ അവനെ കഴുത്തിന് പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നത് ബൈബിളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് വേറെ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ കുറച്ച് കാര്യങ്ങളെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറസിസ്റ്റിബിൾ ആയിട്ട് ദൈവം ഒരുത്തനെ കഴുത്തിന് പിടിച്ചിട്ട്, ഇവൻ ദൈവം ഓൾറെഡി ഡിപ്രൈവ്ഡ് ആയിട്ട് ആൾക്കാരെ എല്ലാവരും ഡിപ്രൈവ്ഡ് ആണ്, അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു, അവർക്ക് വേണ്ടി മരിച്ചു, പിന്നെ ആ മരിച്ച ആൾക്കാരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ ഇറസിസ്റ്റിബിൾ ഗ്രേസോട് കൂടിയിരിക്കുന്നത്. അത് സ്ക്രിപ്ചറൽ ഒരു ഉപദേശമേ അല്ല. അപ്പം കൃത്യമായിട്ട് എന്താ പറയുക, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിനോടുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ദൈവസ്നേഹത്തിന്റെ ബോധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമാണ് അത് സ്വീകരിക്കുക, ദൈവകൃപ സ്വീകരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് ഇതൊരു ഒരു റോബോട്ടിക് സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെ ഇതിങ്ങനെ പ്രവർത്തിക്കുകയാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ ദൈവകൃപ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ തള്ളിക്കളയുന്ന വ്യക്തിക്കും സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്വവും ഇല്ല അതിൻ്റെ അകത്ത്. ഇപ്പോൾ തിരുവഴുത്ത് പറയുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവൻ തീവനുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3:36 വാക്യം. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, അവൻ ദൈവകൃപ അവൻ്റെ മേൽ വസിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ചിന്ത അനുസരിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നവനും അതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല, തള്ളിക്കളയുന്നവനും അതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല. അപ്പോൾ പിന്നെ ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവം ഇവരെ നീതിപൂർവമായിട്ട് ഇവരെ ന്യായം വിധിക്കുന്നത്? കാരണം തള്ളിക്കളയുന്നതിൽ ഇവർക്ക് പങ്കില്ല, കാരണം സ്വീകരിക്കുന്നതല്ലല്ലോ, ദൈവം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്താൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന്, അങ്ങനെ ചെയ്താൽ അവന് ബോസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നടക്കില്ല. അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോഴ്സ്ഫുള്ളി എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു, ഈ രീതിയിൽ ചെയ്യുന്നത്. കാരണം അതൊരു തെറ്റായിട്ട്, അതാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെ റിജക്ട് ചെയ്യാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള സ്വാഭാവികമായ മനുഷ്യൻ ചെയ്യേണ്ട അവന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവനെ തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്, വിശ്വസിക്കുന്നവന് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കിയാൽ ന്യായവിധിയിൽ നമ്മൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇതാണ് കൺസിസ്റ്റന്റ്. ഇതിന് എല്ലാ രീതിയിലും ഇതിനെ ഡൈവേർട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഫ്രെയിം വർക്കിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉപദേശങ്ങൾ കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ പോലെ അത് പിന്നീട് വന്നതാണെങ്കിൽ പോലും ഇത് ഈ രീതിയിലാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇവർ പറയുന്ന ഇപ്പൊ ഈ കാര്യത്തിനാണെങ്കിൽ പോലും തിരുവഴുത്തിൽ ഒരു വാക്യം പോലും നേരിട്ടില്ല. അതായത് ദൈവം നൽകുന്ന കൃപ മനുഷ്യൻ അത് ആർക്കാണോ നൽകുന്നത് അവർ സ്വീകരിച്ചു പോകും, അവർക്ക് തിരസ്കരിക്കാനേ പറ്റില്ല എന്ന് പറയുന്ന ദൈവം ഒരാൾക്കൊരു കൃപ നൽകിയാൽ, രക്ഷാകരമായൊരു കൃപ ഒരാൾക്ക് നൽകിയാൽ അത് അയാൾ സ്വീകരിച്ചു പോകും എന്ന് പറയുന്ന ഒരു വാക്യം പോലുമില്ല. ഇവരുടെ ആശയത്തിൽ നിന്ന് ഇവർ കൊണ്ടുവരികയാണ് ഒരു വാക്യം, ഒരു ആശയം കൊണ്ടുവരികയാണ്. പിന്നെ ആശയത്തിന് വേണ്ടിയിട്ട് വാക്യം തപ്പിപ്പോകുന്ന ഒരു വിചിത്രമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ബോധിച്ചെങ്കിൽ സകല മനുഷ്യരും, അല്ലെങ്കിൽ പിന്നെ ഇവർ പറയേണ്ടി വരും യൂണിവേഴ്സലിസമാണ് ശരിയെന്ന് പറയേണ്ടി വരും. കാരണം സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച ദൈവകൃപ അത് സകല മനുഷ്യരെയും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്കും ദൈവകൃപയിലേക്കും നടത്തുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലിസം, സാർവത്രിക രക്ഷയാണ് ശരിയെന്ന് പറയേണ്ടി വരും. കാരണം സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച ദൈവകൃപയാണ്. അപ്പം സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച ദൈവകൃപയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഇവർ പറയുന്ന ആശയം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് നമുക്ക് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച ദൈവകൃപയിൽ ചിലരെ ആ ദൈവകൃപ ഫോഴ്സ് ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാനത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞത്, നമ്മളൊരു പരിശോധനയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ ചിലതിനെ അങ്ങനെ നമുക്ക് ചിന്തിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അത്രയ്ക്ക് പലതും വിചിത്രമാണെന്നാണ് നമുക്ക് ചിന്തിക്കുന്ന രീതിയിൽ ഇത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പദം അല്ല പ്രശ്നം. പദം ദൈവവചനത്തിലില്ലാത്തൊരു പദം ഒരു ആശയത്തിന് കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ആ ആശയം തന്നെ ദൈവവചന വിരുദ്ധമാകുമ്പോഴാണ് നമ്മൾ പദത്തെയും ആശയത്തെയും എതിർക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ റെസിസ്റ്റബിൾ ആണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ അത് ഇറസിസ്റ്റബിൾ ആണ് എന്ന് പറയുകയും അതിന് പദം കൊണ്ടുവരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. തിരുവഴുത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, നേരിട്ട് ഒരടിസ്ഥാനവുമില്ലാത്തത്. അപ്പോൾ ഈ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് വിശുദ്ധന്മാരുടെ എന്താ പറയുക സ്ഥിരതയോടുകൂടിയുള്ള നിലനിൽപ്പ്, അല്ലെങ്കിൽ പെർസീവറൻസ് ഓഫ് സെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്?
ഇതിൽ ബ്രദറിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ബ്രദർ ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബോധ്യം പറയാം. ഇതിലുള്ള വെസ്റ്റ്മിനിസ്റ്റർ കൺഫെഷൻ ഓഫ് ഫെയ്ത്തില് അവരതില് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഡോക്ടറിനെ പറ്റി പറയുന്നത്, ദേ ഹൂം ഗോഡ് ഹാസ് അക്സെപ്റ്റഡ് ബൈ ഹിസ് ബെലവഡ് എഫക്ച്വലി കോൾഡ്. ഈ എഫക്ച്വലി കോൾഡ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിളിയും ഉണ്ട്, എഫക്ച്വൽ കോൾഡ്. എഫക്ച്വലി കോൾഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ബൈ ഹിസ് സ്പിരിറ്റ് ക്യാൻ നെയ്തർ totally nor finally fall away from the state of grace, but shall certainly preserve therein to the end and be eternally saved. എന്നാൽ ഇവിടെയാണ് ഈ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഇതിന്റെ എല്ലാം കണക്റ്റഡ് ആണ്. ഈ ഇറസിസ്റ്റിബിൾ ആണ് ഗ്രേസ് എങ്കിൽ പിന്നെ ആ ഗ്രേസ് പിന്നെ അവൻ എങ്ങനെയാലും അവനെ കൊണ്ടുപോയി നോക്കുന്നു. ഒരു തരത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കറുത്ത ഞാൻ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ഒരു മനുഷ്യന്റെ സൂക്ഷിച്ചുകൊണ്ട് ആ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നതാണെന്നോ, പാപം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ രക്ഷ നഷ്ടപ്പെടുമെന്നോ, ഇല്ലെങ്കിൽ രക്ഷ നമ്മൾ സൂക്ഷിക്കേണ്ടതാണെന്നോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ശരിക്കും ഒരു സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ അഷുറൻസ് ഓഫ് സാൽവേഷൻ ഒക്കെ ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ആരെയും അവർക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല, എന്റെ കയ്യിലാണ്, അവർ പിതാവിന്റെ കയ്യിലാണ്, വീഴാതെ വണ്ണം കർത്താവ് നമ്മളെ സൂക്ഷിക്കാനായിട്ടുള്ള കഴിയും എന്നുള്ളത് ബൈബിളിലെ ഒരു സത്യമാണ്. ഈ പെർസീവറൻസ് ഓഫ് സെയിന്റ് അതുകൊണ്ട് തന്നെ ദൈവകൃപയുടെ ആ ഭാഗത്തെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതേപോലെ തന്നെ ഈ വിശ്വാസത്തിൽ വന്നൊരു വ്യക്ി വിശ്വാസത്താൽ നിലനിൽക്കേണ്ടതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, അവസാനത്തോളം വിശ്വാസത്താൽ നിലനിന്നാൽ നിങ്ങൾ അവരോട് കൂടെ നിൽക്കും. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാവരുത്, ദൈവത്തിന്റെ കൃപയെ തള്ളിക്കളയരുത്. വളരെ ക്ലിയർ ആണ്. ഞാൻ വാക്യങ്ങൾ എടുക്കാതെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ഒരു ഖണ്ഡനമോ ഇല്ലെങ്കിൽ ഒരു ഡിബേറ്റോ ഒന്നും അല്ലാത്തതുണ്ടെങ്കിലും അവിടെ പറഞ്ഞിരിക്കുകയാണ് സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ, സഹോദരന്മാരാണ് പറയുന്നത്. എബ്രായ ലേഖനം 3:12 അവിടെ പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. വിശ്വസിച്ച സഹോദരന്മാർക്ക് പറയാണ് അവർക്ക് ദൈവത്തെ ത്യജിച്ച് കളയാം. ദൈവം അവരെ ത്യജിച്ച് കളയും എന്നല്ല പറയുന്നത്. ദൈവം അവരെ സൂക്ഷിക്കാനായിട്ട് ശക്തനാണ്, ദൈവം അവരെ കീപ്പ് ചെയ്യാനായിട്ട് ശക്തനാണ്. കർത്താവിന്റെ കയ്യിൽ നിന്ന് ആർക്കും അവരെ പിടിച്ചുപറിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിന്റെ കയ്യിൽ ദൈവം എന്നെ തള്ളിക്കളഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ അറിയത്തി വിടുന്ന ദൈവമല്ല. ദൈവം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവരെ പെർസിവിയർ ചെയ്യാനായിട്ട് അവരെ സൂക്ഷിക്കാനായിട്ട് ശക്തനാണ്. എന്നാൽ പൗലോസ് പറയുന്ന മറ്റേ ഭാഗമുണ്ട്, ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്ക് അവിശ്വാസം മൂലം തിരിച്ചു കളയാൻ കഴിയും. എബ്രായ ലേഖനം മുമ്പോട്ടും 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് സത്യങ്ങളും ബൈബിളിന്റെ ഒരു സത്യമാണ്. നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ രക്ഷയ്ക്ക് ഉറപ്പുള്ളതുപോലെ തന്നെ ഭയപ്പെടാനായിട്ട് പറയുന്ന കാര്യമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. ഭയപ്പെടുവിൻ എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ സൂക്ഷിക്കും എന്ന് പറയുമ്പോഴത്തോടെ തന്നെ ദൈവത്തെ റിജക്ട് ചെയ്തിട്ട് പോകാനായിട്ടൊരു പോസിബിലിറ്റി ബൈബിൾ കണ്ടിന്യൂസ് വാണിംഗ് ആണ് പറയുന്നത്. അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു സൈഡ് പിടിപ്പിക്കുമ്പോഴാണ് ഈ പെർസീവറൻസ് ഓഫ് സെയിൻസ് വരുന്നത്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞ 4 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5-ാമത്തേത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ഗ്രേസാണ് വേൾഡ് ഇറസിസ്റ്റിബിൾ ആവുന്നത്? ഇറസിസ്റ്റിബിൾ ഗ്രേസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ ഉപദേശമാണ് പെർസീവറൻസ് ഓഫ് ആ ഗ്രേസ്. യഥാർത്ഥ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ, അത് ബ്രദറിന് കുറച്ചുകൂടി വിശദീകരിച്ചാൽ മതി. ഇത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ എന്നുള്ളതാണ് ഇവരുടെ പദം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് ഒരാളെ പറ്റി എങ്ങനെയാണ് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? അവിടെ പ്രവൃത്തി കണ്ടിട്ട് രക്ഷിക്കപ്പെട്ടാണെന്ന് പറയാൻ കഴിയും. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇയാൾ തള്ളിക്കളഞ്ഞേക്കാം. തള്ളിക്കളയുമ്പോൾ പറയാണ് ഇയാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല. നേരം ബ്രദർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാണോ എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല, ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാണെന്ന് ബ്രദറിന് പറയാൻ കഴിയത്തില്ല, വിശ്വാസത്തിൽ ആർക്കും അറിയത്തില്ല. നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ. നമുക്ക് തന്നെ അറിയത്തില്ല. നാളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ലെന്നാണ്. നിശ്ചയമായിട്ടും ലോകപ്രശസ്തരായുള്ള പല നിരീശ്വരവാദികളെ നോക്കിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, എന്റെ അറിവില് രക്ഷിക്കപ്പെട്ട സമയത്ത് എഴുതിയ ക്രിസ്തീയ ഗാനങ്ങൾക്ക് റോയൽറ്റി വാങ്ങുന്ന നിരീശ്വരവാദികൾ വരെയുണ്ട്. രക്ഷിക്കപ്പെട്ടവരുണ്ട്, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ ആളുകളുണ്ട്, ഇവർക്ക് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുണ്ട്, പാസ്റ്റർമാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. കാരണം നമ്മൾ അന്ത്യത്തോളം നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അവസാനത്തോളം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ നിലനിൽക്കും. നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യത്തോളം യഥാർത്ഥത്തിൽ നിലനിൽക്കാത്തവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. ഇത് ആർക്കും രക്ഷയുടെ തന്നെ ഉറപ്പ് പറയുകയും താഴെ രക്ഷയുടെ അത് പ്രവൃത്തികളിൽ കൂടി പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് റിവേഴ്സായിട്ട് പറയുകയും ചെയ്യാണിത്. ഇത് വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞാൽ ഈ സുവിശേഷം ലളിതമാണ്. സത്യത്തിൽ ഞാൻ ലളിതം എന്ന് പറയുമ്പോൾ അത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടും, കർത്താവിനോട് വിശ്വാസം രക്ഷപ്പെടും. ഇനി
കർത്താവ് എന്നെ സൂക്ഷിക്കാൻ ശക്തനാണ്. ഇനി അഥവാ കർത്താവിനെ നീ തള്ളിക്കളഞ്ഞാൽ ദൈവം നിന്നെ തള്ളിക്കളയുമെന്നുള്ള ലളിതമായിട്ടുള്ള വിശ്വാസം വരെ ഒരു വളഞ്ഞു തിരിഞ്ഞുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ അവനെ ദൈവം പ്രിസർവ് ചെയ്യും, അവൻ തള്ളിക്കളഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനല്ല. ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? ബ്രദറിന് വേണമെങ്കിൽ അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ബ്രദർ പറഞ്ഞ വാക്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലൊക്കെയുള്ള തിരുവെഴുത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, പക്ഷെ അങ്ങനെയുള്ളവർക്ക് പിന്മാറിപ്പോകാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പിന്മാറിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പം ഈ പുത്രനെ സ്വീകരിച്ചതിന് ശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുത്രനെ തള്ളിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച മലിന രക്തത്തെ മലിനമെന്നുണ്ടെങ്കിൽ തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്നുണ്ടെന്നു. അപ്പൊ തന്നെ വിശുദ്ധീകരിച്ച രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്നെണ്ണി ദൈവത്തിനെ തള്ളിക്കളഞ്ഞു പോകുന്നു. അപ്പം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവർക്ക് രക്ഷ തള്ളിക്കളഞ്ഞ് പോകാം എന്നുള്ളത് തിരുവഴുത്തിന്റെ വ്യക്തമായ പഠിപ്പിക്കലാണ്. അത് നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ ഒരു പാപം ചെയ്തു പിറ്റേ ദിവസം രക്ഷ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലല്ല, പക്ഷെ നിരന്തരമായ പാപപ്രവൃത്തികൾ മൂലം ആത്യന്തികമായിട്ട് ഈ വിശ്വാസം തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പോകും എന്നത് വാസ്തവമാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുടെയും സാക്ഷ്യം തന്നെ നമുക്കറിയാം. യഥാർത്ഥ ലോകത്തിൽ അത് സംഭവിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടവർ പോലും തങ്ങളെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്നെണ്ണുന്ന നെല്ലിലേക്ക് പോകാമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ അതങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും ഇത് വിശ്വാസം തള്ളിക്കളയില്ല. ഇനി അത് വിശ്വാസം തള്ളിക്കളയില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളിത് വളരെ കൃത്യമായിട്ട് ഈ ഫ്രീ ഗ്രേസ് തിയോളജി ഉണ്ടല്ലോ, അതായത് അമിത കൃപ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ പഠനവിധേയമാക്കിയ ഒരു ചിന്താഗതി. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കാമെന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇന്നത്തെ പാപത്തിനും നാളത്തെ പാപത്തിനും മറ്റന്നാളത്തെ പാപത്തിനും എല്ലാ പാപത്തിനും കർത്താവ് മരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്നുള്ളൊരു ചിന്താഗതി. അപ്പം ആ ഒരു ചിന്താഗതി ഇവരുടെ മുമ്പിലേക്ക് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാൽവിനിസം പഠിപ്പിക്കുന്ന കാൽവിനിസ്റ്റ് തിയോളജീസിന് മുമ്പിലേക്ക് ഇട്ടാൽ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. അതായത് ആ ഫ്രീ ഗ്രേസ് തിയോളജി അവർ അംഗീകരിക്കില്ല. അവർ പറയുന്നത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരിൽ ഈ ഫലം ഉണ്ടാകും, ആത്മാവിന്റെ ഫലം ഉണ്ടാകും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതല്ലാതെ നമ്മൾ അവിടെ ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. അപ്പം ഫ്രീ ഗ്രേസ് സിദ്ധാന്തത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകും. അപ്പോൾ ആത്മാവിന്റെ ഫലം ഒരാളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറയുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഞാൻ ആത്മാവിന്റെ ഫലം ഉണ്ടാകണം, എനിക്കുണ്ടാകണം, ഞാൻ ആത്മാവിന്റെ ഫലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലത്തിൽ ഈ പിൻവാതിലിലൂടെ പ്രവർത്തികളെ രക്ഷയോട് ബന്ധപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ പിൻവാതിലിലൂടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇവർക്ക്. അതെ അതെ, പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുക എന്നുള്ള രീതിയിലേക്ക് ഇൻഡയറക്ട്ലി പറയേണ്ടി വരും. മറ്റേത് ശരിക്കും സത്യത്തിൽ വിശ്വാസത്താലാണ് രക്ഷ, വിശ്വാസത്താൽ തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിന് നിലനിൽക്കും. അതും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൽ നിലനിന്നാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തോളം വിശ്വാസത്തിൽ, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ വിടുമെന്ന് നല്ല ബൈബിൾ പഠിക്കുന്നത്. ഇതിന് എക്സ്ട്രീം ടീച്ചിങ്ങുകളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഒരു സാൽവേഷൻ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ രക്ഷിക്കപ്പെട്ടവൻ സ്വർഗത്തിൽ പോകുമോ എന്ന് പോലും ഉറപ്പില്ലാതെ ഒരു അരക്ഷിത ക്രിസ്ത്യാനിയായിട്ടല്ല നമ്മൾ ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. അതിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ, വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ദൈവത്തിന്റെ കൃപ അവൈലബിൾ ആണ്. ദൈവം നിലനിർത്താൻ തയ്യാറാണ്. അതേസമയം തന്നെ അപ്പോസ്തോലിക വാണിങ്ങുകൾ വളരെ കൃത്യമായിട്ടുള്ളത് പഠിപ്പിച്ചില്ലെങ്കിൽ വേറെ എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. അന്നേരം അത് തന്നെയാണ് ഞാൻ ബ്രദർ പറഞ്ഞ പോലെ അനുഭവങ്ങളിൽ അതുണ്ട്. അനുഭവങ്ങളിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ഉപദേശമാക്കല്ല, ഉപദേശത്തിൽ അതുണ്ട്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നു. അതെ അതെ, വളരെ വ്യക്തമായിട്ട് നമുക്കത് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഈ വാണിങ്ങുകളുടെ ഫോഴ്സ് അവിടെ നഷ്ടപ്പെടുന്നു. ഈ എബ്രായ ലേഖനം അപ്പം വിശ്വാസികൾക്ക് ഈ പറയുന്ന മുന്നറിയിപ്പുകൾ വിശ്വാസികൾക്കല്ല, പിന്നെ ഇത് ആർക്കാണ്? രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടോ? രക്ഷിക്കപ്പെടാത്ത അല്ല, ഈ വാണിങ്ങുകള് ചുമ്മാ ഈ അമ്മൂമ്മമാര് പിള്ളേരെ വാണി ചെയ്യുന്ന പോലെയാണെന്ന് പറയുന്നുണ്ട്. അതെ, അതിന്റെ നടക്കാത്തൊരു കാര്യം അതെ പേടിപ്പിക്കുകയാണ്. ഇന്നയാൾ വന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന് നടക്കത്തില്ല. അന്നേരം അങ്ങനെ ഇതിനൊക്കെയുള്ള വിശദീകരണം അതാണ്. അത് വിശ്വാസികൾ പിള്ളേരെയാണ്. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസിയല്ലെന്ന് പറയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസിയാണ്. അന്നേരം പിന്നെ തള്ളിക്കളെന്ന് പറഞ്ഞ എനിക്ക് ജസ്റ്റ് ഒരു വാണിംഗ് ആണ്, പേടിപ്പിക്കുകയാണ്. അങ്ങനെ നടക്കത്തൊന്നുമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലളിതമായിട്ടുള്ള സുവിശേഷം ലളിതമായി മനസ്സിലാക്കേണ്ടതിന് പകരം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അല്ലാതെ ഇതിൽ വലിയ പ്രശ്നങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇതാണ്.
പക്ഷെ അതേസമയം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെർസീവറൻസ് ഓഫ് സെയിൻസിൽ ദൈവത്തിന്റെ പെർസീവറൻസും ദൈവത്തിന്റെ കൃപയെ പറ്റിയും പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് ആ ഒരു എംഫസിസ് ഉള്ളപ്പോൾ തന്നെ മറ്റേ സൈഡിനെ റിജക്ട് ചെയ്യുമ്പോഴാണ്, ഇത് ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ആദ്യം വരെ നമ്മൾ പറയുന്നത് വൺ സൈഡഡ് ടീച്ചിങ്ങിലേക്ക്, ഒരു ഫ്രെയിമിലേക്ക് ബുദ്ധിയെയും മനസ്സിനെയും പണയപ്പെടുത്തി കഴിയുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ലോജിക്കലി സ്ക്രിപ്ചറലി ഒക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അതെ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ തുലിപ് എന്ന് പറയുന്ന ആ ഒരു തുലിപ്പിലെ 5 പോയിന്റ് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഡിബേറ്റോ നമ്മളൊരു വളരെ വിഴകീറിയുള്ള പരിശോധനയോ ഒന്നുമല്ല. ഇത് ജനറലി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സാമാന്യ വ്യക്തികൾക്ക് പറയാൻ വേണ്ടി നമ്മൾ ഈ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ ഈ പറയുന്നത് കേട്ട് നാളെ തൊട്ട് ആൾക്കാരെല്ലാം കാൽവിനിസം വിട്ട് കളയോ എന്നുള്ള പ്രതീക്ഷയോ അങ്ങനത്തെ ഉള്ള മിഥ്യാധാരണയൊന്നുമില്ല. കാൽവിനിസം ഒക്കെ വളരെ നാളുകളായി പ്രചാരം നേടിയ ഒരു തിയോളജിക്കൽ ലൈനാണ്. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പരിശോധിക്കാൻ തയ്യാറാവുക. അത് അപ്പോസ്തോലിക ഉപദേശം അതാണ്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. പരിശോധിക്കാൻ പോലും മനസ്സില്ലാതെ ഇതിനെയൊക്കെ അന്ധമായിട്ട് ഏത് തിയറിയെയും വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ ഇത് എതിർക്കുന്നത്. നമ്മള് സോളാ സ്ക്രിപ്ചർ മുതൽ പറയുന്ന ഒരു കാര്യം അതാണ്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. അതിന് നമ്മൾ ചില ഈ ഒരു ഗൈഡ് ലൈൻസിൽ നിന്നും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ രീതിയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. എന്നാലും ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് നമ്മളിതിനെയൊക്കെ ഇന്ന് തൊട്ട് കാൽവിനിസത്തെ പൂട്ടാനായിട്ടോ ഇല്ലെങ്കിൽ ഖണ്ഡിക്കാനായിട്ടോ ഉള്ളൊരു ശ്രമമല്ല. അങ്ങനെ ചിന്തിക്കരുത്. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഈ വിഷയം എടുത്തപ്പോഴേക്കും നമ്മൾ ഇതിനെ അങ്ങ് എതിർക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അതല്ല, നമ്മളുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സകലവും ശോധന ചെയ്യുക. ശോധന ചെയ്യുമ്പോൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ ശോധന ചെയ്യുക, ഇതെങ്ങനെ തന്നെയാണോ, ഈ വാക്യങ്ങൾ അങ്ങനെ തന്നെയാണോ, ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇവിടെ വാക്യങ്ങൾ എടുത്തോളുന്നത് അത് തെറ്റാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് പറഞ്ഞത്. അത് എനിവേ നമ്മൾ 5 പോയിന്റ് ഏകദേശം നമ്മൾ കവർ ചെയ്തു ഒരുവിധം. ഇതിന്റെ അകത്ത് അവരുടെ മറ്റൊരു വാദം എന്ന് പറയുന്നത്, അവരുടെ ഈ ഒരു കാൽവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ഓഫ് ടീച്ചിങ്, ഒരു പണ്ട് അത് ഞാൻ ബ്രദറിനെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അത് ഈ ഒരു ആർഗ്യുമെന്റ് ബ്രദർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി പറയാം. കാൽവിനിസം ഇത് പറയുന്നതിന്റെ കാര്യം, ഇതിനൊരു ലൈൻ ഓഫ് ടീച്ചിങ് ഉണ്ട്. ഇവർ പറയുന്നത് ശരിക്കും ഇതിനൊരു ആധികാരികത വരാനായിട്ട് പൗലോസിലാണ് ഇവർ പഠിക്കുന്നത്. പൗലോസ് പഠിപ്പിച്ചത് അഗസ്റ്റിൻ പഠിപ്പിച്ചു, അഗസ്റ്റിൻ പഠിപ്പിച്ചത് ലൂതർ പഠിപ്പിച്ചു, ലൂതർ പഠിപ്പിച്ചത് കാൽവിൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ലൈൻ. ഇപ്പം പൗലോസ് പഠിപ്പിച്ച എന്താണെന്ന് ബൈബിളുണ്ട്. പിന്നെ അതുപോലെ ഇവര് പറഞ്ഞ അറ്റ്ലീസ്റ്റ് അഗസ്റ്റിൻ തൊട്ട് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് അംഗീകരിച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ലൈനുണ്ട്, ഒരു പ്രൂവൺ ലൈനുണ്ട്. എന്നിട്ട് ഇതിനെ നിങ്ങൾ എതിർക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പ്രൂവൺ ലൈൻ ഉള്ള ഒരു കാര്യം സത്യമാകും, അതൊരു ഒതന്റിക് ആയിരിക്കും. ഒരു ചർച്ച് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ലൈൻ ഉണ്ട് എന്നുള്ളതെന്ന് പറയുന്നത് അത് ശരിയാണ്. ബ്രദറിന് ചർച്ച് ഹിസ്റ്ററി കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ലൈൻ ഓഫ് ടീച്ചിങ് ആദിമസഭ മുതൽ ഈ കാൽവിനിസം ടീച്ചിങ് ഉണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഒന്നാമത്തേത് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ലൈൻ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ അഗസ്റ്റിൻ നിശ്ചയമായിട്ടും അഗസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അഗസ്റ്റിൻ്റെ കോൺടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കണം. പെലേജിനിസത്തിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഗസ്റ്റിൻ ദൈവകൃപയെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് തിരുവെഴുത്തിൻ്റെ ഉപദേശം ആ നിലയിൽ രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചത്. അപ്പം എന്താ പറയുക, മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും. അതിൽ മനുഷ്യർ എന്താ പറയുക പൊതുവിൽ സാധാരണഗതിയിൽ തന്നെ അവൻ്റെ അങ്ങനെ ഒരു പാപത്തിൻ്റെ ചായ്വുള്ള ഒരു വ്യക്തിയല്ല, പ്രവർത്തികളാൽ തന്നെ ഒരുവന് രക്ഷിക്കപ്പെടാൻ സാധിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള ആശയത്തെ എതിർക്കുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് അഗസ്റ്റിൻ ദൈവകൃപയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്നിവർ പറയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് തുലിപ് ടീച്ചിങ് അല്ല. ഒരിക്കലും അഗസ്റ്റിൻ എന്നല്ല ഒരു ആദിമ പിതാക്കന്മാരും അങ്ങനെ പഠിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതെല്ലാം തിരുവെഴുത്തിൻ്റെ നേരിട്ടുള്ള ഉപദേശങ്ങളെ ഖണ്ഡിക്കുന്നതാണ്. അഗസ്റ്റിനൊക്കെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ദൈവവചനം സ്നേഹിക്കുകയും ആ നിലയിൽ വ്യാഖ്യാനിക്കാനൊക്കെ ഒക്കെ പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അവരുടെ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അഗസ്റ്റിൻ്റെ ഒരു ടീച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്ഭവിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ അഗസ്റ്റിനെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് എടുത്ത് അഗസ്റ്റിൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിലേക്ക് പോയാൽ ഈ അഗസ്റ്റിൻ ദൈവകൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തി മനസ്സിലാക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും.
അത് നിശ്ചയമായിട്ടും കത്തോലിക്ക സഭയും അംഗീകരിക്കുന്നുണ്ട്. മറിച്ച് അഗസ്റ്റിനെ ഒരു കേന്ദ്ര ബന്ധുവാക്കി നിർത്തി ഇത് അഗസ്റ്റിനിൽ നേരെ കാൽവിനിലേക്ക് വരുന്നു. അപ്പോൾ അഗസ്റ്റിനും കാൽവിനും ഇടയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കൂടി അവർ വിശദീകരിക്കേണ്ടിയിരിക്കും. അത് വേറൊരു പ്രശ്നമാണ്. ഈ അഗസ്റ്റിൻ്റെ കേന്ദ്രത്തിലേക്ക്, അഗസ്റ്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കത്തോലിക്ക വിശ്വാസം മുഴുവനും അംഗീകരിക്കേണ്ടി വരും. കാരണം കത്തോലിക്കരുടെ പല വീക്ഷണങ്ങളുടെയും ആദിമ രൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ്റെ തിയോളജിയാണ് വെസ്റ്റേൺ തിയോളജി എന്ന് പറയുന്നതും കത്തോലിക്ക സഭയുടെ പല പഠിപ്പിക്കൽ അഗസ്റ്റിൽ നിന്നാണ് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി ചിന്തിക്കാം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു അളവുകോലായിട്ട് നമുക്കൊരിക്കലും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ കാൽവിനെ വെക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിമർശിക്കുമ്പോൾ അതിനൊരു ഒതൻറ്റിസിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി പുറകിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് ടീച്ചിങ്ങിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് ടീച്ചിങ് ഉള്ള ഉപദേശം നമുക്ക് എടുക്കാം. ഉദാഹരണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, അത് സഭയിൽ ഈ എല്ലാ കാലത്തും ഒരുപോലെ എല്ലായിടത്തും വിശ്വസിച്ചിരുന്ന ഒരു അടിസ്ഥാന ഉപദേശമാണ്. യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം, യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലി, യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം എന്ന് പറയുന്ന ആ സത്യം, അത് കൃത്യമായ പാരമ്പര്യത്തിൻ്റെ വ്യക്തമായ എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാവരും ഒരുപോലെ വിശ്വസിച്ചിരുന്ന ഉപദേശമായിട്ട് നമ്മൾ പരിഗണിക്കാം. ഇങ്ങനെ ഒരു പിന്തുണ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാൽവിനിസ്റ്റ് സിദ്ധാന്തത്തിനോ ഈ തുലിപ്പെന്ന് പറയുന്നതിൽ അവർ സിസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു തിയോളജിക്കൽ വ്യൂ പോയിന്റിനോ അങ്ങനെ ഒരു പിന്തുണയില്ല. മറിച്ച് യഥാർത്ഥത്തിൽ കത്തോലിക്കരും മറ്റും ചെയ്യുന്നത് പോലെ സഭാപിതാക്കന്മാരെ അവർ കോട്ട് ചെയ്യാറുണ്ട് അവരുടെ ആശയങ്ങൾ തെളിയിക്കാൻ വേണ്ടി. പലപ്പോഴും അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് സഭാപിതാക്കന്മാരെ തന്നെ ബൈബിൾ എങ്ങനെയാണോ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് അതുപോലെ തങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും തെറ്റായി വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആർക്കും എന്തും പറയാം. പക്ഷേ ഈ അഗസ്റ്റിൻ അല്ലാതെ മറ്റാരാണെന്നുള്ളതും നമുക്ക് വ്യക്തമല്ല. അഗസ്റ്റിനെ മാത്രം പിടിച്ചാലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു പാരമ്പര്യം ഈ കാൽവിനിസത്തിന് ഉണ്ടെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും നമ്മൾ ഈ പറയുന്ന യാഥാസ്ഥിതിക എന്താ പറയുക പാരമ്പര്യ സഭകളുടെയൊക്കെ ടീച്ചിങ്ങുകളിൽ കാണണ്ടേ. കാരണം അഗസ്റ്റിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇത്ര വ്യക്തമായ ഒരു പാരമ്പര്യം അഗസ്റ്റിനുള്ളപ്പോൾ അവരും അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് അവർ ഫോളോ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നല്ല. ഈ അളവുകോലുകൾ നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പരിഗണിക്കണം. നമുക്ക് താല്പര്യമുള്ളതിനെ മാത്രം എടുക്കരുത്. അപ്പോൾ അഗസ്റ്റിൻ്റെ ഒരു കൃത്യമായൊരു പഠിപ്പിക്കലാണ് ഈ കാൽവിനിസം എങ്കിൽ നിശ്ചയമായിട്ടും കത്തോലിക്ക സഭയിലും അതിൻ്റെ ചില അവശേഷിപ്പുകൾ നമ്മൾ കാണേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമില്ല. അത് ഇവരൊരു കാൽവിനെ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ചിന്ത മാത്രമാണ്. മാത്രമല്ല പാരമ്പര്യത്തെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല എടുക്കേണ്ടത്. കാരണം പാരമ്പര്യത്തെ നമ്മൾ നമ്മുടെ വ്യാഖ്യാനത്തിന് ഒരു നിയന്ത്രണ ഘടകമായി എടുക്കുമ്പോൾ പോലും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്യന്തികമായിട്ട് നമ്മൾ ഉപദേശം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു വാദത്തിന് ഒരു തരത്തിലുള്ള നിലനിൽപ്പില്ല. പറഞ്ഞ പോലെ അഗസ്റ്റീനിയൻ ടീച്ചിങ് സെലക്ടറാണ്. ഈ അഗസ്റ്റിൻ പറഞ്ഞ പോലെ പെലേജിയസുമായിട്ടുള്ള പ്രവൃത്തിയാൽ ഒരുവന് ദൈവത്തിന്റെ വിശദീകരണം പ്രാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവൻ മനുഷ്യൻ ജന്മനാ പാപമില്ല, അവൻ സ്വയമായിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പെലേജിയസ് ടീച്ചിങ്ങിന്റെ ഓപ്പോസിറ്റിലാണ് റെഫ്യൂട്ട് ചെയ്യുമ്പോഴാണ് അഗസ്റ്റിനി ഗ്രേസ് ടീച്ചിങ്ങിന്റെ ഈ കാര്യങ്ങളൊക്കെ പലതും പറയുന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാൽവിനെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അഗസ്റ്റീനിയൻ ടീച്ചിങ് ആണെന്ന് പറയുന്നത്. ഇനി അഗസ്റ്റീനിയൻ ടീച്ചിങ് ആണെങ്കിൽ അഗസ്റ്റീനിയൻ ടീച്ചിങ്ങിൽ നിന്ന് തന്നെയാണ് ഗ്രേസ് തിയോളജി മാത്രമല്ല കാത്തലിക് തിയോളജി ബ്രദർ പറഞ്ഞതുപോലെ അഗസ്റ്റിന്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ. അന്നേരം മാത്രമല്ല ബ്രദർ പറഞ്ഞതുപോലെ ഈവൻ അഗസ്റ്റിൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും അതിനെയും പരിശോധിക്കേണ്ടതാണ്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ടുള്ള ഇതിൽ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പാരമ്പര്യം ഇതുകൊണ്ട് ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതുമാണ്. അതെ നിശ്ചയമായിട്ടും. ഇപ്പം ഈ ഒരു സിസ്റ്റമൈസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്ടറിനിലേക്ക് ഒരു എന്താ പറയുക അങ്ങനെ ഒരു പരിവർത്തനം നടക്കുന്ന നവീകരണത്തിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും മറുഭാഗത്തിനും അവർക്ക് പൂർവികന്മാരെ കണ്ടെത്താനായിട്ട് സാധിക്കില്ലേ? വെസ്ലിയെ കണ്ടെത്താൻ സാധിക്കില്ലേ? ജേക്കബ് അർമീനിയസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽവിനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണെന്നൊരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് വ്യാപകമായി ചർച്ചയായി. ഒരു ഭാഗത്തത് ഒരു പ്രത്യേക കാൽവിനിസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോം ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അടിസ്ഥാനത്തിൽ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം അവിടെയുണ്ട്. കറക്റ്റ്. അതെ. അന്നേരം ഈ റിഫോംഡ് തിയോളജി എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ ലൈൻ മാത്രമല്ല. അതേ സമയം തന്നെ നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിപ്പോ ഒരു ഡിസ്കഷന് വരാത്തതുകൊണ്ടാണ് അനേക ദൈവദാസന്മാര് തന്നെ യഥാർത്ഥ വിശുദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെ പലരും ഈവൻ ഞാൻ അറിഞ്ഞിടത്തോളം ടോസർ തുടങ്ങി
അനേക ആൾക്കാർ. അതെ ജോൺ വെസ്ലി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് ലൈനിലുണ്ട്. ഒരു പാരമ്പര്യം അപ്പുറത്തും പാരമ്പര്യം നമുക്ക് ഈ ലൈൻ ഓഫ് ടീച്ചിങ് അഗസ്റ്റിൻ, കാൽവിൻ, ലൂതർ എന്ന് മാത്രമല്ല അതേ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്നും സത്യമാണോ കള്ളമാണോ എന്ന് അറിയിക്കാൻ ഇതിൽ അൾട്ടിമേറ്റ്ലി വീണ്ടും നമ്മൾ സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അതെ. ഇത് പറയുമ്പോൾ വേറൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ കാൽവിനിസ്റ്റ് അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്റ്റ് ആയിരിക്കണം, അർമേനിസ്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ പെലേജിസ്റ്റ് ആണ് എന്ന് തന്നെ പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇത് ഒരു ഇസ്റ്റ് ആവാതെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിംവർക്കിൽ നിൽക്കാതെ വേറൊരു ഫ്രെയിംവർക്കിൽ ഇതിനെ വിമർശിക്കാൻ പാടില്ല. നേരം ചിലർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിനെ ഒരു ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ കാൽവിനിസ്റ്റ് ആണോ, പിന്നെ എങ്ങനെയാണ് കാൽവിനിസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അന്നേരം അതിന്റെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടേ നമുക്ക് അതിനെ ഒരു കാര്യത്തെ പരിശോധിക്കാൻ കഴിയും. വിമർശിക്കുക, ഖണ്ഡിക്കുക എന്നുള്ളതല്ല, ഒരു പരിശോധനയ്ക്ക് പോലും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് തിയോളജി ഫ്രെയിംവർക്കിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അഭിപ്രായം? ഇല്ല. പക്ഷെ അതായത് നമ്മൾ ഒരിക്കലും ഒരു 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 ഭാഗത്തിന്റെ, ഒരു എതിർഭാഗത്തിന്റെ ആളായിട്ട് നിന്ന് മാത്രമല്ല നമുക്കൊരു കാര്യത്തെ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മറ്റൊരു കൂട്ടത്തിന്റെ, മറ്റൊരു ഇസത്തിന്റെ ഭാഗമായിട്ട് നിന്ന് മാത്രമല്ല നമുക്കിത് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും പരിശോധിച്ച് നോക്കാവുന്നതാണ് ഈ പറയുന്ന ഏത് ഉപദേശമാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ അതിനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ മറ്റൊരു ഇസത്തിന്റെ ഭാഗമാകണം എന്നല്ല. കാരണം അവിടെയും ഇതേ അപകടം തന്നെ കടന്നു വരും. നമ്മൾ അങ്ങനെ ഒരു മറ്റൊരു ഇസത്തിന്റെ ഭാഗമായാൽ ഇതേ അപകടം തന്നെ കടന്നു വരും. അപ്പം അത് നവീകരണത്തിന്റെ യഥാർത്ഥ ചിന്ത എന്താണ്? സഭ എല്ലാ കാലത്തും തിരുവെഴുത്തിനാൽ നവീകരിക്കപ്പെടണം എന്നുള്ളതും റിഫമേഷന്റെ ഒരു സ്ലോഗനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫമേഷൻ 16-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റിഫമേഷന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പിന്നീട് നമ്മൾ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ വരുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ വരുന്നു. അപ്പം ഈ സഭയുടെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ നിലപാടിനെ, വിശ്വാസ ബോധ്യതകളെ കൂടുതൽ തിരുവെഴുത്തിനോട് ചേർത്ത് നിർത്തുക. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ചുളുക്കവും മാലിന്യവും ആട്ടവും എല്ലാം നീക്കി തന്നെത്താൻ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മളൊരു ഇസത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ലോക്കാകുകയാണ്. ഇന്നും മറിച്ച് കാൽവിനിസത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ആ ഇസത്തിന്റെ ഒരു സമ്പൂർണ്ണ പ്രതിരോധകരായിട്ട് മാറുകയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തിരുവഴുത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യത്തെ ഞാൻ ഖണ്ഡിക്കാമെന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു വിഷയം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഇസത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല. വളരെ ലളിതമായി തിരുവഴുത്തിൻ്റെ ഈ വിഷയത്തിലുള്ള എല്ലാ പഠിപ്പിക്കലുകളെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നിലപാടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ തിരുവഴുത്തിൻ്റെ രക്ഷയെക്കുറിച്ച് തിരുവഴുത്ത് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ ഞാൻ മുഴുവനായി അംഗീകരിക്കുന്നു, അതിൻ്റെ സമഗ്രമായി ഞാനതിന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ലാതെ ഒരു ഇസത്തിൻ്റെ ഭാഗം വേണ്ട ആവശ്യമില്ല. കറക്റ്റ്. അന്നേരം അത് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നത്. നമ്മൾ ഈ റിഫോർമേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. തിരുവഴുത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അപ്പോൾ റിഫോർമേഴ്സിനെ നമ്മൾ പരിശോധിക്കേണ്ടി വരും, റിഫോർമഡ് തിയോളജിയെ നമ്മൾ പരിശോധിക്കേണ്ടി വരും, റിഫോർമേഴ്സ് ആണ് എന്ന് പറയുന്നവരെയും പരിശോധിക്കേണ്ടി വരും. എല്ലാത്തിന്റെയും അടിസ്ഥാനം തിരുവഴുത്തിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. നേരം അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ലോക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിനെ തന്നെ പരിശോധിക്കണം. അതായത് ഇതിന് ഇവരൊക്കെ പറയുന്ന ഒരു കാരണമുണ്ട്, നിങ്ങൾ കാൽവിനിസമോ അർമോനിസമോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവനവനിസമാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ അത് ക്ലിയർ ആക്കി. ഞാനും എന്റെ ബൈബിളും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ പരിശോധനകൾ എല്ലാം പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ആ ചാനൽ പരിശോധിക്കുന്നുണ്ട്. ആദിമസഭയുടെ പഠിപ്പീരികളും തുടർന്നുള്ള പഠിപ്പീരികളും റിഫോർമേഷനിൽ രണ്ട് സൈഡിലുള്ളവരും പഠിപ്പിക്കുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ തിരുവെഴുത്തിനോട് ചേർന്ന ബോധ്യതകളിലേക്ക് നമ്മൾ വരണം. അതിനുവേണ്ടി നമ്മൾ എല്ലാത്തിനെയും പരിശോധിക്കണം. ഇപ്പോൾ നമ്മളത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെ പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി. അതങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നിശ്ചയമായിട്ട്. കാരണം ഇപ്പോൾ കാൽവിനിസം എന്ന് പറയുന്ന ആ ഒരു ആശയം അത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, ജിനു ബ്രദർ ഫ്രീസാണ് കേൾക്കാവുന്നത്. അപ്പം കാൽവിനിസം എന്ന് പറയുന്ന ഒരു ആശയം തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നിലപാടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഒരു ഇസത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ശ്രമിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം കാൽവിനിസം തെറ്റാണെന്ന് പറയുമ്പോൾ കാൽവിനിസം തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ നിലവിൽ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ ചേർക്കാൻ ശ്രമിക്കാം. പക്ഷെ നമ്മളതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടാത്തതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് ന്യൂനതകൾ ഉണ്ടാകാം.
നിശ്ചയമായിട്ട് അത് നമ്മൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവർ പറയുന്നതിൽ നിന്ന് നമ്മൾ ഇതൊരിക്കലും അവനിവനിസം അല്ല. കാരണം അവനിവനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരുവഴുത്ത് തുറക്കുന്നു, ബൈബിൾ തുറക്കുന്നു, ഞാനത് വായിക്കുന്നു, അപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നതാണ് അവനിവനിസം. നമ്മൾ ചെയ്യുന്നൊരു കാര്യം അതല്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ ചിന്തകൾക്കും ക്രിസ്തീയ സഭയിൽ അതിനും ചരിത്രമുണ്ട്, അതിനും പാരമ്പര്യമുണ്ട്, അതിനും മുൻകാല വ്യാഖ്യാനങ്ങളുടെ പിന്തുണയുണ്ട്, അതിന് യുക്തിയുടെ പിന്തുണയുണ്ട്, അതിന് അനുഭവത്തിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ദൈവശാസ്ത്ര രൂപീകരണത്തിൻ്റെ ഈ എല്ലാ ഘടകങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും ആ വിഷയങ്ങളെ സ്വീകരിക്കുന്നത്. ആ നിലയിൽ നമ്മൾ ഒരു ഭാഗത്തിന് ആളായിട്ട് ചിത്രീകരിക്കാൻ ആർക്കെങ്കിലും ശ്രമിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇസത്തിനെ സമഗ്രമായി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ വ്യത്യസ്തത. അപ്പം നമ്മൾ ഞാനിതിനെല്ലാം മുഴുവനും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാനൊരു പുതിയ ക്രിസ്ത്യാനിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് അവനിവനിസം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന അവനിവനിസം അല്ല, മുൻകാലങ്ങളിലുള്ള ഭക്തന്മാരുടെ തിരുവഴുത്തിനെ കുറിച്ചുള്ള ബോധ്യതകളെ സമ്പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടൊരു പുതിയ ആശയമല്ല നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം മുൻകാലങ്ങളിലുള്ള ഭക്തന്മാരുടെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. തിരുവഴുത്തിന് അവർക്ക് ബോധ്യമായ പല കാര്യങ്ങളിലും ശരികളുണ്ട്, പലതും വലിയൊരു അളവിൽ ശരിയാണ് പലതും. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ന്യൂനതകളുണ്ടെങ്കിൽ നമ്മളതിനെ തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിസത്തിൻ്റെ ഭാഗമാകാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ബോധ്യതകൾക്ക് ക്രിസ്തീയ ചരിത്രത്തിൽ ഒരു മുൻകാല എന്താ പറയുക ചരിത്രവുമില്ലാത്ത ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ് എന്ന് പറയുന്ന ആശയമല്ല നമ്മൾ പറയുന്നത്. ഇവിടെ മറുഭാഗത്തിനെ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറുഭാഗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കാൽവിനിസത്തെ അന്ധമായി പിന്തുടരുന്നവരെ കുറിച്ച് എന്താണ് പറയുന്നത് അതേ ഒരു നിലവാരത്തിലേക്ക് നമ്മളും പോകേണ്ടി വരും. അങ്ങനെ ഒരു ഇസത്തിൻ്റെ ഭാഗമായി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ. അല്ല, അത് ഇത് ഒരു മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഒരു ഇസത്തിന്റെ ഭാഗമാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് വിമർശിക്കാൻ കഴിയുള്ളൂ പറഞ്ഞു. പിന്നെ ആ ഇസം നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ എതിർത്താൽ മതി. അത് പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാം, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഒരു ശരിയായ രീതിയല്ല, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇനി അതുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഇതിനെ പരിശോധിക്കുകയാണ്. ഇനി കേൾക്കുന്ന ആൾക്കാരും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലാതെ നിങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞിട്ട് വേറൊരു ഇസത്തിന്റെ ഭാഗമാവണമെന്നോ വേറൊരു ഇസം പൂർണ്ണമായി ശരിയാണെന്നോ അങ്ങനെ ആവണമെന്നല്ല. തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തിരുവഴുത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ രീതിയിൽ പരിശോധിക്കണമെന്നല്ല പറഞ്ഞു. നിങ്ങളിതിനെ ഈ പറഞ്ഞ തിരുവഴുത്തിലെ വ്യക്തമായി ഉള്ള ഉപദേശത്തിനെതിരാണോ എന്നുള്ളത് പരിശോധിക്കുക. അതിന്റെ മറ്റേ സൈഡിൽ അതിന്റെ പാരമ്പര്യം പരിശോധിക്കുക. ആ രീതിയിൽ ഇതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണിത്. അതല്ല അതിനെ പരിശോധിക്കുമ്പോഴേക്കും നിങ്ങളെ അത് പാടില്ല, നിങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഭാഗമായിരിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ആ ഭാഗമായിരിക്കണം എന്നുള്ള ആർഗ്യുമെന്റിൽ യാതൊരു അർത്ഥവുമില്ല. അത് അവനവ ദിവസവും അല്ല, വേറെ എന്തെങ്കിലും ഒരു ദിവസവും അല്ല. ഞങ്ങൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവഴുത്ത് പറഞ്ഞ ആ ഇൻസ്ട്രക്ഷൻ പാലിക്കുക തന്നെയാണ് ചെയ്തത്. അത് തുടർന്നും ചെയ്യും. അത് ഏതൊരു റിലവന്റ് ആയിട്ടൊരു വിഷയം വരുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും പരിശോധിക്കുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അടുത്തതായിട്ട് ഇത് വേറൊരു കാര്യം, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് സിസ്റ്റമാറ്റിക് തിയോളജി ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തിരുവഴുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതില് ഞാനിത് ഒരു കൊട്ടേഷൻ, ജിം എലിയട്ട് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ എന്ന് വായിക്കാം. അത് ബ്രദറിന്റെ അതിന്റെ ഒരു റെസ്പോൺസ് പറയാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്ക് തിയോളജിയെ പറ്റി പറയുന്നത്. ബി കെയർഫുൾ ഹൗ യു ടൈ ഡൗൺ ദ വേർഡ് ടു ഫിറ്റ് യുവർ സെറ്റ് ആൻഡ് ഫൈനൽ ക്രീഡ്സ്, സിസ്റ്റംസ്, ഡോഗ്മാസ് ആൻഡ് ഓർഗനൈസ്ഡ് തിയസ്റ്റിക് ഫിലോസഫീസ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ബൗണ്ട്. It is free to say what it will to the individual, and no one can outline it into dispensation that cannot be broken. വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്കിൽ തകർക്കപ്പെടാൻ കഴിയാത്ത ഫ്രെയിംവർക്കിൽ ദൈവവചനത്തെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെയും അതിൽ ഉൾപ്പെടുത്തി നിർത്തണം എന്നുള്ളതിനെ അദ്ദേഹം എതിർക്കുക. അങ്ങനെയാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാനൊരു യഥാർത്ഥ തിയോളജിയനാവത്തുള്ളൂ, ഇല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആൾക്കാരാവത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ശരിയാണ്, അതിന്റെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമില്ലേ ഇൻഡിവിജ്വലി ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങളെ പരിശോധിക്കാൻ വേണ്ടി? കർത്താവ് പറഞ്ഞ പോലെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അഭിഷേകങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ പഠിപ്പിക്കുന്നത്? അതെ, നിശ്ചയമായിട്ട്. അപ്പം ഇവിടെ അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്രെയിം വർക്കുകൾക്കൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം തിരുവഴുത്തിൽ നമുക്കറിയാം, തിരുവഴുത്തുകൾ ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക് തിയോളജി പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് തിയോളജി പുസ്തകമല്ല, മറിച്ച് ഓരോ സന്ദർഭങ്ങളിൽ ദൈവിക വെളിപ്പാടുകളെ ആ
പ്രത്യേക സന്ദർഭത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇപ്പോൾ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നതിന് പോലും ആ എഴുത്തുകാരുടേതായിട്ടുള്ള അവർ സുവിശേഷത്തിലൂടെ യേശുവിനെ ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വീക്ഷണകോണുണ്ട്. ഇപ്പം യേശുവിൻ്റെ ദൈവത്വത്തിനാണ് യോഹന്നാൻ ഊന്നൽ കൊടുത്തത്. മർക്കോസ് യേശുവിനെ ഒരു ദാസനായി ചിത്രീകരിച്ചിരിക്കുന്നു. ലൂക്കോസ് യേശുവിൻ്റെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. എന്നിങ്ങനെ മത്തായി യേശുവിൻ്റെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം ആ ഒരു വീക്ഷണകോൺ നമുക്ക് ഈ സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ബയോഗ്രഫിക്കൽ നറേറ്റീവിൽ പോലും നമുക്ക് ആ ഒരു പ്രത്യേകമായ ഒരു ഉപദേശ വീക്ഷണത്തിൻ്റെ ഒരു എംഫസിസ് കാണാൻ സാധിക്കുന്നത് പോലെ തിരുവഴുത്തിലെ പല ഭാഗങ്ങളും അത് നൽകിയിരിക്കുമ്പോൾ ആ നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൻ്റേതായിട്ടുള്ള ഊന്നലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ആശയങ്ങൾ കാണുകയാണെന്ന് ചിന്തിക്കുക. നമ്മുടെ ഒരു പ്രത്യക്ഷമായൊരു ബോധതലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഒരുമിപ്പിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നില്ല എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ വന്നാൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വാക്യത്തിന് ഊന്നൽ കൊടുത്ത് മറ്റേതിന് ഇതിനനുസരിച്ച് വളച്ചൊടിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. മറിച്ച് ഏതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ചില പ്രധാന എന്താ പറയുക വ്യക്തമായ ഒരു വിഷയം ഉപദേശിക്കുന്ന വേദഭാഗങ്ങൾ നമ്മുടെ സിസ്റ്റത്തിന് ഫിറ്റാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഫിറ്റാക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് ഫിറ്റാകുന്ന സ്വാഭാവിക വാക്യങ്ങളെക്കാൾ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഈ പറയുന്ന വേദഭാഗങ്ങൾക്ക് നൽകേണ്ടി വരുന്നെങ്കിൽ അതൊരു അപായ സൂചനയായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ. ഇതിനേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അവിടെ ചില വിഷയങ്ങളിൽ ഒരു മിസ്റ്ററി ഉണ്ടാകാം. ആ ദൈവികമായ വെളിപ്പാടിൻ്റെ ആഴത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൂടുതൽ ചിന്തകൾ ആവശ്യമായി വരുന്ന, കൂടുതൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ തിയോളജിക്കലായിട്ട് തന്നെ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോലും കൂടുതൽ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പല ഘടകങ്ങളും ഉണ്ടാകാം അവിടെ. അതിനോടൊരു തുറന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതല്ലാതെ അതിനെയെല്ലാം ഞാൻ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ഫ്രെയിം വർക്കിലേക്കെന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു ചിന്തയെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട്, ത്രിയേകത്വവുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ സഭയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകളും അതിനനുസരിച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയോളജിക്കൽ ഫോർമുലേഷൻസും ഈ പറയുന്ന 3-4 നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിലും വളരെ വ്യക്തമായി നടന്നിട്ടുണ്ട്. അപ്പം അത് വളരെ കൃത്യമായിട്ട് സഭ അത് അഡ്രസ്സ് ചെയ്തതാണ്. ദുരുപദേശകന്മാരുടെ ആക്രമണത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഉപദേശം രൂപം വളരെ കൃത്യമായിട്ട് അവർ രൂപീകരിക്കുകയും അതിനെപ്പറ്റി ഉപദേശത്തിനായിട്ടുള്ള ഭാഷ രൂപീകരിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ എല്ലാ ഉപദേശങ്ങളും ആ നിലയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ അന്ത്യകാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ രൂപീകരിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റു പല വിഷയങ്ങളിൽ ഇപ്പോൾ രക്ഷാവിജ്ഞാനീയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഈ പറയുന്ന കാൽവിൻ്റെയും ലൂതറിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ, റിഫോർമേഷൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം ആ സിസ്റ്റങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് എല്ലാ വാക്യങ്ങളും ഒരുമിപ്പിച്ച് നിർത്തുന്ന വളരെ കൃത്യമായൊരു സിസ്റ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏകീകൃത സൂനോദോസ് കൂടി തീരുമാനിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ വ്യക്തമായിരിക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ നമുക്ക് ഒരു വലിയ അളവിലൊക്കെ ഇതൊക്കെ സിസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന് ഫിറ്റാകാത്ത പലതും ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മുടെ കൂടുതൽ ചിന്തകൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നിടുകയാണ് വേണ്ടത്. മറിച്ച് അതിനെ അടച്ചു വെച്ചിട്ട് ഐ ഗോട്ട് എ സിസ്റ്റം അങ്ങനെ ഫിറ്റ് എവരിതിങ് ഇൻ ദിസ് എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടൊരു നിലപാടാണ്. അതിൻ്റെ ആവശ്യമില്ല. അതൊരു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. കാരണം പലതും എറ്റേണിറ്റിയിൽ മാത്രം ക്ലിയർ ആവുന്ന ചില കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരം, മനുഷ്യന്റെ അതിനോടുള്ള പ്രതികരണത്തിന് ദൈവം ആവശ്യപ്പെടുന്ന ആ കാര്യം. നേരം മനുഷ്യൻ ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യേണ്ടവനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തെ നമ്മൾ നിഷേധിക്കുന്നു എന്ന രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. ഈ രീതിയിൽ ഇത് രണ്ടിനെയും കൂടി നമ്മൾ ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കഴിയണമെന്നില്ല. കാരണം അത് നിത്യതയിലായിരിക്കാം അതിന്റെ ആ പാളങ്ങൾ യോജിക്കുന്നത്. ഇത് ആ ഒരു രീതിയിലുള്ള തുറന്ന മനസ്സിൽ എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടും റിജക്ട് ചെയ്യാനായിട്ടും ഒരു തുറവി മനുഷ്യൻ ഇല്ലാതെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫ്രെയിം വർക്കിലേക്ക് വരുന്നത്. ഞാനിതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പെട്ടെന്ന് പറയാം. നമ്മളുടെ സമയം പോയത്, ഞാനിവിടെ അമേരിക്കയിലാണ് ഇവിടെ ഒരു അടുത്തുള്ളൊരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസ് ടീച്ച് ചെയ്യുന്ന ഒരു ചർച്ചാണ്. റിഫോംഡ് തിയോളജി കുറെ കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ചർച്ചാണ്. എനിക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു ദൈവകൃപയെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെ.
എന്നാൽ അന്നേരം അവിടെ ഈ അദ്ദേഹത്തെ അവിടുത്തെ ആ പാസ്റ്ററിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ സംസാരിച്ചു. അന്നേരം ഈ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. ഞാൻ വന്നിട്ട് അധികം നാൾ പോലും ആയില്ല. അദ്ദേഹത്തോട് ഞാൻ ഈ കാൽവിനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകിച്ച് ലിമിറ്റഡ് അറ്റോൺമെന്റ്, അതേപോലെ തന്നെ ഈ റീജനറേഷൻ പ്രിസീഡ്സ് ഫെയ്ത്ത് എന്നുള്ള കാര്യം, ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സി ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ കാൽവിന്റെ ഒക്കെ കണ്ടുപിടുത്തോ ഇല്ലെങ്കിൽ പിന്നീട് വന്ന ടീച്ചിങ്ങിലാണ്, ഇതിനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ ഗ്രേസിന്റെ എംഫസിസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഞാൻ പറയാതെ തന്നെ പിറ്റേ ആഴ്ച ഇതിനെ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു മെസ്സേജ് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ പ്രതികരിക്കേണ്ട ആവശ്യവും, ഇത് രണ്ടും എല്ലാം ദൈവവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതെന്ന് പറയുകയും അവിടെ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ട് യൂത്തിനെ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 3 പേര് വിട്ടുപോയി. അവർ ഫുൾ കാൽവിനിസ്റ്റുകളായിരുന്നു. എന്നിട്ട് ഇവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, അത് ഏത് ഇതിലുള്ളതായിക്കോട്ടെ, അവർക്ക് ദൈവവചനത്തെ ഉൾക്കൊള്ളാനായിട്ടും ഡിഫറൻസുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റായുള്ളതിനെ തെറ്റാണെന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. പക്ഷെ ഇങ്ങനെ ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്ക് ലോക്ക് ചെയ്തിരിക്കുന്നവർക്ക് അത് കഴിയത്തില്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവർക്ക് അവരുടെ ഉപദേശകർ അവരെ മാത്രമേ കൊട്ടിയൂ, അവർ പറയുന്നത് മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ. അതൊരു ഡേഞ്ചറസ് ലൈനാണ്. നമ്മൾ ശരിക്കും ഈ ചർച്ചയിൽ കൂടിയും പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്, അതിൽ നിന്നും ആൾക്കാർ പുറത്തു വരട്ടെ, ആൾക്കാർ പരിശോധിക്കാനായിട്ട് തയ്യാറാവട്ടെ എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇതില് ഞാൻ നമ്മള് പല കാര്യങ്ങളും ഇതില് തിയോളജി സീരിയസ് ആയിട്ടുള്ള ഇതിന്റെ അവേർനെസ് ടീച്ചിങ്ങിലോ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇതിൽ ഒരു കാര്യം, നമ്മൾ ഇത് ഒരു തിയോളജിക്കൽ പ്രശ്നം മാത്രമാണോ, അതിനൊരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഈ കാൽവിനിസ്റ്റിക് ടീച്ചിങ്ങുകൾ പരിപൂർണമായിട്ടും വിശ്വസിച്ച് അതിലേക്ക് പോകാനുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ്. ഒരു തിയോളജിക്കൽ ഡിഫറൻസ് ഉപരി ഇതൊരു ക്രിസ്തീയ ജീവിതത്തിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതില്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ചർച്ചയ്ക്കൊന്നും ആവശ്യമില്ല. അത് ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തെയും ക്രിസ്തീയ പ്രായോഗിക ജീവിതത്തെയും ബാധിക്കുന്നതാണ്. അതിനെപ്പറ്റി ബ്രദറിന്റെ അഭിപ്രായം? അതായത് ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന പലരും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരാൻ താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് നോക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആഴത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ ജീവിതത്തിന് യഥാർത്ഥത്തിൽ വളരെ പല നിലകളിലും അപകടകരമാണ്. ക്രിസ്തീയ ജീവിതത്തിനെന്നല്ല, സാമൂഹ്യ ജീവിതത്തിനും മൊത്തത്തിൽ അപകടകരമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ്. ഒന്ന്, ഇത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വികലമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുള്ളതിൻ്റെ അതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ദൈവം നൽകുന്ന കൃപയുമായി ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ വളരെയധികം ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയെ പോലെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം ദൈവം സകല മനുഷ്യരെയും സൃഷ്ടിച്ചു, മനുഷ്യർ പാപികളായി തീർന്നു, അതിൻ്റെ അകത്ത് കുറച്ച് പേരെ സെലക്ട് ചെയ്തു, ബാക്കിയുള്ളവരെ നരകത്തിന് വേണ്ടിയിട്ട് വിധിച്ചിരിക്കുകയാണ്. അവർക്ക് മാത്രമായിട്ട് കൃപ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാത്രമായിട്ട് പുത്രനെ അയച്ച് മരിക്കുന്നു, ബാക്കിയുള്ളവർ നശിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ, സുവിശേഷം യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാകണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തെ അങ്ങേയറ്റം നിഷ്ഠൂരനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയായി ചിത്രീകരിക്കുന്ന ഒരു ചിന്താധാരയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ ആക്രമിക്കുവാൻ വേണ്ടി എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റെന്നാണ് ഞങ്ങൾ പറയുന്നതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇത് ആ നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ അങ്ങേയറ്റം അപകടകരമായിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അവനെ എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവനെ ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ദൈവമെല്ലാം പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ മനുഷ്യന് സ്വതന്ത്രമായ ഇച്ഛയില്ല, ഈ കാര്യങ്ങളിൽ എന്താ പറയുക തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വതന്ത്ര ഇച്ഛയില്ലെങ്കിൽ ആത്യന്തികമായിട്ട് അവൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരുവൻ കുറ്റം ചെയ്താൽ അവൻ എന്താ പറയുക, അവൻ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറയാനോ, ഒരുവൻ നന്മ ചെയ്താൽ അവന് പ്രശംസയ്ക്ക് അർഹനാണെന്ന് പറയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി പോലെ ധാർമ്മികത പോലും ആത്യന്തികമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെടാതിരുന്നതിന് കാരണം ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് കാരണക്കാരൻ. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഇവർ നീതിയോടെ ന്യായം വിധിക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കൊരു എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു മേഖലയെ, ധാർമ്മികതയെ പരിശോധിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, ഇതെല്ലാം എന്നിൽ സംഭവിച്ചു പോകുന്നതാണ്, ഇത് ഞാൻ ചെയ്യുന്നതല്ല, ദൈവം ഇങ്ങനെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൂടെ? നമുക്ക് എങ്ങനെയാണ് ഒരു ശരിയായൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ശരിയായൊരു കാര്യം ചെയ്യുന്ന വ്യക്തിയെ ആദരിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? കാരണം അതും പ്രീഡെസ്റ്റൈൻ ചെയ്യപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പം ധാർമ്മികതയുടെ എന്താ പറയുക അളവ് പോയി വെച്ച് നോക്കി അധാർമികതയെ നമുക്ക് വിമർശിക്കാനോ, ധാർമ്മികതയെ, ശരിയായ നിലപാടുകളെ, നന്മയെ അതിനെ മൂല്യവത്തായി കണക്കാക്കാനോ
നമുക്ക് സാധിക്കാത്ത നിലവാരത്തിൽ ധാർമ്മികതയെ സമ്പൂർണ്ണമായി തകർക്കുന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്കാണ് ഈ ആശയം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു, മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു. ഇത് രണ്ടും അങ്ങേയറ്റ അപകടകരമാണ്. അതുപോലെ സുവിശേഷീകരണത്തിലും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും. കാരണം രക്ഷിക്കപ്പെടും എന്ന ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരെ ദൈവം എല്ലാവരെയും രക്ഷിക്കുമല്ലോ. പിന്നെ സുവിശേഷ പ്രവർത്തനം എന്തിനാണ് സജീവമായി സുവിശേഷ പ്രവർത്തനം നടത്തേണ്ടത്? എന്തിനാണ് നമ്മുടെ വിശ്വാസത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് നമ്മളെന്തിനാണ് മറുപടി കൊടുക്കാൻ പോകുന്നത്? എന്തിനാണ് വിശ്വാസത്തെ പ്രതിരോധിക്കുന്നത്? ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണ് അത്. ഈ റിഫോംഡ് തിയോളജിയുടെ ഒരു അപ്പോളജറ്റിക് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ തെളിവുകളും മറ്റും അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രിസ്തീയ വിശ്വാസ പ്രതിരോധത്തെ തന്നെ എന്താ പറയുക, തള്ളിക്കളയും. ഇതിന് ഒരു ദൂരവ്യാപകമായിട്ടുള്ള പല എഫക്റ്റുകളുണ്ട്. ആ റിഫോംഡ് കാഴ്ചപ്പാടിൽ നിന്ന് വരുന്ന അപ്പോളജറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന വിശ്വാസ പ്രതിരോധ രീതി തന്നെ യഥാർത്ഥത്തിൽ സമകാലിക ലോകത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പര്യാപ്തമല്ല. അവിടേക്കുള്ള വരുന്ന അതിൻ്റെ ഒരു ആവശ്യകത ഇവർക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം രക്ഷിക്കും. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് വിശ്വാസം പ്രതിരോധിക്കാനും സമർത്ഥിക്കാനും പോകുന്നത്? ഞാനിത് വിശ്വസിക്കുന്നു, നീ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെടില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോയി. അപ്പം അങ്ങനെ ഒരു വളരെ ക്രിസ്തീയ വിശ്വാസത്തെ ബാധിക്കുന്നു, ക്രിസ്തീയ സുവിശേഷീകരണത്തെ ബാധിക്കുന്നു, ദൈവത്തിൻ്റെ സ്വഭാവത്തിനെ വിഗ്രഹമായി ചിത്രീകരിക്കുന്നു. വളരെ അപകടകരമായൊരു പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കാൽവിനിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത്. നമ്മളുടെ ബിലീഫ് നമ്മളുടെ ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. അല്ലാതെ കണക്റ്റഡ് ആണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ശരിക്കും കർത്താവ് ഒരു ഉപമയിൽ പറയുന്നുണ്ട്, ഒരു ദാസൻ ദൈവത്തെ പറ്റി കഠിനനായ യജമാനാണ് എന്ന് കരുതി തന്റെ ഇതിനെ കുഴിച്ചു വെച്ചു എന്ന് പറയുന്നത്. അതിനും ദൈവത്തെ പറ്റിയുള്ള ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തെയും അവന്റെ പ്രാക്ടിക്കൽ ലൈഫിനെ ആത്മീയ ജീവിതത്തെയും ബാധിക്കും എന്നുള്ള സത്യമാണ്. ഇത് ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇതൊരു ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റുകൾ പലതാണ്. അന്നേരം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ടി വരുന്നത്. ഇതിന്റെ റോങ് എഫക്റ്റുകൾ, ഇത് സുവിശേഷീകരണത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യനോടുള്ള ഭാരത്തെ പറ്റി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ദൈവത്തിനെ നരകത്തിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പ്രാർത്ഥിക്കേണ്ട കാര്യം. പൗലോസൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതിന്റെ ഹൃദയവാഞ്ചയാകുന്നു, ദൈവത്തോളം അപേക്ഷയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാത്താണ്. അന്നേരം ഒരുപാട് കാര്യങ്ങളിലേക്ക് ബാധിക്കപ്പെടുന്ന ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു എഫക്റ്റുകൾ ഇതിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു പ്രാക്ടിക്കലി ബിഹേവിയറിൽ ദൈവത്തെ പറ്റിയുള്ള ബോധ്യത്തെ പറ്റിയും അതുമായിട്ടുള്ള പ്രതികരണത്തിൽ കൂടി മനുഷ്യന്റെ ധാർമ്മികതയെയും ബാധിക്കുന്ന, അവന്റെ സുവിശേഷത്തെ ബാധിക്കുന്ന, ക്രിസ്തീയ ന്യായശാസ്ത്രത്തെ ബാധിക്കുന്ന, ഇതിനെല്ലാം ബാധിക്കുന്ന ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്ര വിശദമായിട്ട് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ആൾക്കാരുടെ അടുത്ത് പരിശോധിക്കാനായിട്ട് പറയുകയും ചെയ്താൽ. അല്ലാതെ വെറുതെ ഒരു തിയോളജിക്കൽ ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. അതെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പ്രസക്തി ഉള്ളത്. അതിന് നമ്മൾ വെറുതെ ഒരു തിയോളജിക്കൽ ഡിസ്കഷൻ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോട്ടെ, രണ്ട് ലൈൻ ഓഫ് തിയോളജീസ്, ആര് എന്തും വിശ്വസിച്ചോട്ടെ എന്നുള്ള രീതിയിലല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഓരോ കാര്യത്തിനും അതിൻ്റെതായുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഫക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഞാൻ എന്റെ ചോദ്യം, ഒരു കാര്യം നമ്മൾ സംബന്ധിച്ച് നോക്കുള്ളൂ, ഈ കാൽവിനിസ്റ്റിക് തിയോളജി അല്ലെങ്കിൽ റിഫോംഡ് തിയോളജി സ്പ്രെഡ് ആവും. ഇതില് അതിന്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഇതിൽ നമ്മൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവര് സ്വയം ചിന്തിച്ചു നോക്കേണ്ട കാര്യം എന്താണ്? ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണോ, അതോ ഇതിനൊരു കാരണമുണ്ടോ? എന്തുകൊണ്ട് ഈ ഗ്രേസ് തിയോളജി, റിഫോംഡ് തിയോളജി, കാൽവിനിസ്റ്റിക് തിയോളജി അക്സെപ്റ്റഡ് ആവുന്നു വേൾഡ്, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ സ്ഥലങ്ങളിലും അതേപോലെ ഇന്ത്യയിലും? അതിന്റെ ഒരു സ്വയവിശകലനം കാണാം. അതെ, അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏതൊരാശയവും പ്രചരിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില അതിന് വളം വെക്കുന്ന പല അടിസ്ഥാന കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ മലയാളികളുടെ ഇടയിലുള്ളൊരു വീക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നവീകരണ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് പെന്തക്കോസ്ത് സമൂഹങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സമൂഹങ്ങളുമാണ്. അപ്പം അവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഇതിനൊരു വളക്കൂർ എങ്ങനെ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്ന ആശയമെന്ന് പറയുന്നത് ഒരു ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് രക്ഷയുള്ള ബന്ധത്തിൽ. അപ്പോൾ ആ ഒരു ലീഗലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹോളിനെസ് ടീച്ചിങ്
യഥാർത്ഥത്തിൽ എന്താ പറയുക മനുഷ്യനെ എന്താ പറയുക അങ്ങേയറ്റം നിരാശയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ശരിയായൊരു ബോധ്യം ജനത്തിൽ ജനിപ്പിക്കാതെ നീ ഇത് ചെയ്യുക, നീ ഇതിങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, ഈ രീതിയിൽ നീ ജീവിക്കണം, ഈ രീതിയിൽ ജീവിക്കണം എന്ന് പറയുക. വിശുദ്ധി വേണ്ടെന്നാ, വിശുദ്ധിയെ എംഫസിസ് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ വിശുദ്ധിയെ രക്ഷയുമായിട്ട് തെറ്റായ രീതിയിൽ എന്താ പറയുക തിരുവഴുത്തിൻ്റെതായിട്ടുള്ള പരിമിതിക്കുള്ളിൽ നിന്ന് ബന്ധിപ്പിക്കാതെ കേവലം ഒരു വിശുദ്ധി പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് പോയി അതിൻ്റെ ഒരു അടിമത്തത്തിൽ കിടന്ന് അതിൻ്റെ അകത്ത് എന്താ പറയുക മാനസിക സംഘർഷം അനുഭവിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് കേൾക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു, ദൈവം നമ്മളെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ വിശ്വസിക്കുന്നു, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ നീ നിൽക്കും എന്ന് പറയുമ്പോൾ ആ കൃപയുടെ സന്ദേശം ഒരു വലിയ സ്വാതന്ത്ര്യമായിട്ട് ഇവർക്ക് അനുഭവപ്പെടും എന്നത് ഒരു വാസ്തവം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ഈ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ഹോളിനെസ് ടീച്ചിങ് ആണ്. അപ്പം ഹോളിനെസ് നിശ്ചയമായിട്ടും വിശുദ്ധി പ്രസംഗിക്കപ്പെടണം. പക്ഷെ അത് ലീഗലിസത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾക്ക് നമ്മൾ അതിന് കടന്നു വരാനുള്ള വാതിൽ നമ്മൾ തുറന്നിടുകയാണ്. കാരണം ഈ അടിമത്തത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ സ്വാതന്ത്ര്യമായിട്ട് തോന്നും. ഇത് വളരെ സത്യമായിട്ടൊരു കാര്യം. ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടാണ്. കാരണം എപ്പോഴും ഒരു ഉപദേശം മറ്റേ ഒരു എക്സ്ട്രീമിനോടുള്ള ഒരു റിപ്പൽഷൻ പോലെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പ്രോസ്പെരിറ്റി ഗോസ്പെൽ ഏറ്റവും പ്രചരിക്കപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇതൊക്കെ ഒരു വിശുദ്ധിയുടെ ലക്ഷണമാണ്, ഇല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിടത്താണ് ഇപ്പുറത്ത് ദൈവത്തിന്റെ അനുഗ്രഹം സാമ്പത്തികമാണ് എന്ന് പറയുന്നിടത്തേക്ക് ആൾക്കാർ പോകുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഒരു ലീഗലിസ്റ്റിക് ഹോളിനെസ് ടൈറ്റ് ടീച്ചിങ് ആണ് പെന്റക്കോസ്റ്റ് ലോകത്തിൽ. അത് നമ്മൾ തുറന്നു പറഞ്ഞു വെക്കത്തുള്ളൂ. നമ്മൾ കാൽവിനിസത്തിനെ എതിർക്കുന്ന റിഫോംഡ് തിയോളജിയിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പുറത്ത് എന്തുകൊണ്ട് അത് പ്രചരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ കാരണം ഇപ്പുറത്തുള്ള ലീഗലിസ്റ്റിക് ഹോളിനെസ് ടീച്ചിങ് തന്നെയാണ്. ബ്രദർ പറഞ്ഞാൽ ഹോളിനെസ് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ബിബ്ലിക്കൽ ഹോളിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ വിശുദ്ധിയുടെ കുറെ പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധിയുടെ പടവുകൾ കയറി വിശുദ്ധനായി തീരുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ കൃപയിൽ കൂടിയാണ് അത് നടക്കുന്നത്. ആ കൃപയുടെ റിയൽ ഗോസ്പൽ ട്രൂ ഗ്രേസിന്റെ ടീച്ചിങ് പറയേണ്ടവർ പറയാത്തപ്പോൾ എക്സ്ട്രീം ഗ്രേസിന്റെ ടീച്ചിങ്ങിലേക്ക് ആൾക്കാർ പോകുന്നു എന്നാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സത്യകൃപയെ പ്രധാനമാക്കിയെന്ന ഒരു വാക്യമുണ്ട്. ഇതിന് ട്രൂ ഗ്രേസ് എന്ന് പറയുമ്പോൾ ഗ്രേസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു 10 വർഷം. പക്ഷെ ട്രൂ ഗ്രേസ് എന്ന് പറയാൻ കാര്യം ഓപ്പോസിറ്റ് അതിനെ വികലമാക്കുന്ന രീതിയിലേക്കുള്ള ടീച്ചിങ് വരുന്നതാണ്. അന്നേരം ബ്രദർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇന്ന് നമ്മളുടെ ഒരു പെന്റക്കോസ്റ്റൽ ആൾക്കാരുടെ ഒരു ടീച്ചിങ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധിയുടെ പഠിപ്പീരുകളൊക്കെ ഉണ്ട്. എന്നാൽ ബിബ്ലിക്കൽ രീതിയിൽ ദൈവം എന്താണ് അതിന് ചെയ്തത്, യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് പഠിപ്പിക്കാതെ സ്വയമായിട്ട് ചെയ്യേണ്ട കുറെ എക്സ്റ്റേണൽ വിശുദ്ധിയുടെ കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒരു ന്യായപ്രമാണത്തിന്റെ ഒരു മുഖം ആൾക്കാരുടെ മുകളിൽ വെച്ചു കൊടുക്കുക. ഇതിൽ നിന്നുള്ളൊരു ഫ്രീഡമാണ് പെട്ടെന്ന് ഈ അപ്പുറത്തെ സൈഡിലെ ഗ്രേസിനെ പറ്റിയുള്ളത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് സത്യത്തിൽ നമ്മുടെ യഥാർത്ഥ ദൈവദാസന്മാർ യഥാർത്ഥ കൃപ, യഥാർത്ഥ വിശുദ്ധി ജീവിതം എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചാൽ ശരിക്കും അതാണ് അത് വേണ്ടത്. അതിന് പകരം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹോളിനെസിന്റെയും പുറമേയുള്ള വിശുദ്ധിയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അതേപോലെ തന്നെ ചുമ്മാതുള്ള കഥകളും ഈ രീതിയിലുള്ള ലോ ലെവൽ ക്രിസ്ത്യൻ ടീച്ചിങ് പ്രീച്ചിങ് ആണ് ഇപ്പുറത്തേക്ക് പോകുന്നത്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ദൈവദാസൻ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഈ റിഫോം ടീച്ചിങ്ങിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അന്നേരം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇതിലേക്ക് ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പെന്റക്കോസ്റ്റിലെ പാസ്റ്റർ ആയിരുന്നു ഇത്രയും വർഷങ്ങൾ, പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഈ രീതിയിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് കേട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ പഠിപ്പിച്ചതും എന്നെ പഠിപ്പിച്ചതും ഈ ലീഗലിസ്റ്റിക് ഹോളിനെസ് പുറമേയുള്ള വിശുദ്ധിക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയെ പറ്റിയുള്ള അതിശക്തമായിട്ടുള്ള വാണിങ്ങുകൾ പേടിച്ച് അന്നേരം അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അത് പരിശോധിക്കാതെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അന്നേരം ഇതൊരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് എന്ന് കേൾക്കുമ്പോൾ ആരുടെ മുഖമാണ് ഓർമ്മ വരുന്നത് നമ്മുടെ മനസ്സിൽ? നമ്മളൊരു യഥാർത്ഥ ദേവദാസന്റെ മുഖം വരത്തില്ല. കാരണം അത് പറഞ്ഞത് വേറൊരാളാണ്. അദ്ദേഹം ഒരു ഹൈപ്പർ ഗ്രേസ് ടീച്ചറാണ്. ആ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രോസ് ആരായിരുന്നു പഠിപ്പിക്കേണ്ടത്? അത് നമ്മുടെ ആൾക്കാർ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ആൾക്കാർ ക്രൂശിൽ യേശു ക്രിസ്തു എന്ത് ചെയ്തു തീർന്നു പഠിപ്പിക്കുന്നതിന് പകരം അത് ഇത് അങ്ങനെ ഇങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പറ്റും എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് അത് പഠിപ്പിക്കുകയാണ്. അന്നേരം
ആരാണോ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ടീച്ചിങ്ങുകളും അവർ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അതൊരു വളരെ സീരിയസ് പ്രോബ്ലമാണ് നമ്മുടെ ആൾക്കാർ യഥാർത്ഥ ദൈവകൃപയുടെ സുവിശേഷം പഠിപ്പിക്കണം. യഥാർത്ഥ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ദൈവകൃപയെ പറ്റി പഠിക്കണം. പൗലോസ് പറയുന്നിരിക്കുന്ന പോലെ നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിപ്പിക്കുന്നത്. കൃപയിൽ നിന്ന് വീണു പോകുന്നത്, ലീഗലിസ്റ്റിലേക്ക് പോകുന്നത് ക്രിസ്തുവിൽ നിന്ന് വീണു പോകുന്നതാണെന്നാണ് ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൃപയെ പറ്റിയുള്ളത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ്. കൃപയുടെ സുവിശേഷം എന്നുള്ളത് അപ്പോസ്തോലിക് ടീച്ചിങ് ആണ്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാര് ശരിയായി പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കാത്തപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ആരാണോ അവർ പഠിപ്പിക്കുന്നത് ബാക്കിയുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യണം. അന്നേരം അത് ഇതിന്റെ ഈ ചർച്ചയുടെ ഒരു അവസാനത്തിൽ അതൊരു നമ്മളുടെ ആൾക്കാർ ഒരു സ്വയം വിമർശനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിനെ റെഫ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നതിനേക്കാൾ പ്രയോജനം ചെയ്യുന്നത് യഥാർത്ഥ സുവിശേഷം, യഥാർത്ഥ ദൈവകൃപയുടെ സുവിശേഷം പഠിപ്പിക്കുന്നത് തന്നെയാണ്. ദൈവത്തിന്റെ പരമാധികാരത്തെ പറ്റിയും ദൈവത്തിന്റെ ബിബ്ലിക്കൽ രീതിയിലുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ദൈവത്തിന്റെ സ്നേഹത്തിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ യഥാർത്ഥമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിന് ഒരു തരത്തിൽ അത് യഥാർത്ഥത്തിൽ ആൾക്കാരെ സത്യത്തിലേക്ക് നയിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേ? അതെ അതെ അതെ. കാരണം ആ ഒരു സന്തുലിതമായിട്ടുള്ള വീക്ഷണം നമ്മൾ പഠിപ്പിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ അകത്ത് നമ്മുടെ കൺവെൻഷൻ പ്രാസംഗികർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ പാസ്റ്റർമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവരെയൊക്കെയാണ് ജനം ഒരു ഉപദേശത്തിൻ്റെ എല്ലാം ഉറവിടമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് കേൾക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം കുറേം കൂടി ജാഗ്രതയോടെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കേവലം ഒരു വിശുദ്ധി പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിൽ ആർക്കും പറയാവുന്നൊരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ നിയമങ്ങൾ വെച്ചിട്ട് ഇതുപോലെയെല്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിൻ്റെ അപ്പുറത്ത് ദൈവവചനത്തിൽ കുറച്ചും കൂടി അധ്വാനിക്കാൻ നമ്മുടെ ദേവദാസന്മാർ ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എതിരാളികൾ ബലഹീനരായതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന് വരുന്നുണ്ട് ഈ കാലങ്ങളിൽ പല സന്ദർഭങ്ങളിലും. കാരണം എതിരാളികൾ ബലഹീനരാണ്. കാരണം നമ്മുടെ ഇപ്പോൾ പെന്തക്കോസ്തിനെ തന്നെ വിമർശിക്കുന്നവർ പലരും മറ്റ് പല നിലകളിലും ബലഹീനരാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ആക്രമണങ്ങളുടെ രൂക്ഷത നമുക്ക് മനസ്സിലാകാത്തത്. ഇനി ഈ ബലഹീനതകളെയൊക്കെ മറികടക്കാനുള്ള ശ്രമത്തോടു കൂടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ വീണുപോകും, അല്ലെങ്കിൽ ഇത് വീണുപോകുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ പെന്തക്കോസ്ത് വീണുപോകുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ഈ തെറ്റിലേക്ക് അകപ്പെടും എന്ന രീതിയിലുള്ളൊരു സാധ്യത നമ്മൾ തുറന്നിടുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. എതിരാളികളുടെ ബലഹീനതയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എഫക്റ്റീവ്നെസ് ഇല്ലാത്ത പല പ്രശ്നങ്ങളോ ആയിരിക്കരുത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത്. സന്തുലിതമായ പഠിപ്പിക്കൽ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്വബോധത്തോടു കൂടി ദൈവവചനത്തിൽ കൂടുതൽ അധ്വാനിക്കാൻ നമ്മുടെ ദേവദാസന്മാർ തയ്യാറാകണം. അതെ, നമ്മുടെ കൺവെൻഷൻ പലതും ഇതിൽ ആൾക്കാർക്ക് കടയെറിഞ്ഞ് കമ്പോളം ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആൾക്കാരെ രസിപ്പിക്കുക, ആൾക്കാരെ തമാശ പറഞ്ഞ് നിർത്തുക, ആൾക്കാരെ ഒരു വികാരത്തിന്റെ ഇതിൽ നിർത്തുന്നതിന് അപ്പുറത്തേക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ പറഞ്ഞിരിക്കുന്ന പോലെ ദേഹിയെയും ആത്മാവിനെയും തുളച്ചില്ലുന്ന രീതിയിലുള്ള ദൈവവചനത്തിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ടീച്ചിങ്ങുകൾ, അതിന്റെ എക്സ്പോസിറ്ററി ടീച്ചിങ്ങുകൾ ഇത് ഇല്ല. അത് ശരിക്കും അത് ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരും. ഈ പറഞ്ഞ റിഫോംഡിലുള്ള കുറെ ആൾക്കാരൊക്കെയാണ് ആ രീതിയിൽ എഫേർട്ട് എടുക്കുന്നത്. അത് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഈ അമേരിക്കയിലുള്ള റെനൗണ്ട് ടീച്ചേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൾക്കാർ അത് ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അന്നേരം അത് ഒരു വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. എനിവേ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ചർച്ച വേറെ എന്തെങ്കിലും പ്രധാനം ആഡ് ചെയ്യാനുണ്ടോ ഈ വിഷയമായിട്ട്? നമ്മളിപ്പോൾ ഏതാണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ സമയം മുന്നോട്ട് പോയെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ തന്നെ പല കാര്യങ്ങളും കവർ ചെയ്തു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുക, വിശകലനം ചെയ്യുക, തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സകലവും ശോധന ചെയ്യുക, വ്യക്തമായ ദൈവജ്ഞാനിക ബോധ്യതകളിലേക്ക്, ഉപദേശ ബോധ്യതകളിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരിക. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ്. തുടർന്നും മറ്റെന്തെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സമീപിക്കാം. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിനനുസരിച്ചിട്ട്, അതിന് ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചിട്ട് അതിനോട് പ്രതികരിക്കാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.